Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടങ്ങുകയാണ്. MT വാസുദേവൻ നായരുടെ നേതൃപൂജാ വിമർശനത്തിൽ സജീവമായി രാഷ്ട്രീയ വിവാദം. പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. അധികാരത്തെക്കുറിച്ച് വർഷങ്ങളായി പുലർത്തുന്ന നിലപാട് ആവർത്തിക്കുക മാത്രമാണ് MT ചെയ്തതെന്നാണ് CPIM-ന്റെ വിശദീകരണം. ഇടതുപക്ഷം ആത്മപരിശോധന നടത്തണമെന്ന് NS മാധവൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ 141 കോടി ജനങ്ങളുടെ പ്രശ്നമാണ് MT പറഞ്ഞതെന്ന് എഴുത്തുകാരി സാറ ജോസഫും പ്രതികരിച്ചു. മുഖ്യമന്ത്രിയോടുള്ള വീരാരാധന പാട്ടിലും പ്രസംഗത്തിലും സജീവമായ കാലത്താണ് നേതൃപൂജയ്ക്കെതിരെ MT വാസുദേവൻ നായർ KLF വേദിയിൽ ആഞ്ഞടിച്ചത്. EMS ആണ് മാതൃകയെന്ന് പരാമർശിച്ചതടക്കം MTയുടെ വിമർശനം പിണറായി വിജയനെ ലക്ഷ്യമാക്കിയെന്നുറപ്പിക്കാവുന്ന ചേരുവകളും പ്രസംഗത്തിലുണ്ടായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും മുൻപ് 2003-ൽ MT എഴുതിയ ലേഖനമാണ്. അതിൽ പുതുമയില്ലെന്ന് വിലയിരുത്തി വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കാനാണ് CPM തീരുമാനം. മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ പഴയ ലേഖനമെന്ന വാദം ഉയർത്തുമ്പോൾ തന്നെ MTയുടെ പരാമർശം മോദിയെ ലക്ഷ്യം വെച്ചാണെന്ന നിലപാടിലാണ് LDF കൺവീനർ. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ പ്രതികരിക്കും. സാംസ്കാരിക രംഗത്ത് നിന്ന് CPM-നെതിരെ കാര്യമായ വിമർശന സ്വരങ്ങൾ ഉയരാത്ത കാലത്തെ MTയുടെ പ്രസംഗം പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ ആയുധമായി. നിഷ്പക്ഷരാണ് എന്ന് കരുതി വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിന് സ്തുതിഗീതം പാടുന്നവരുമൊക്കെ MTയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ MTയുടെ പ്രസംഗം. പരാമർശങ്ങൾ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചല്ലെന്ന് MT പറഞ്ഞതായി പാർട്ടി മുഖപത്രം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പരസ്യ പ്രതികരണത്തിന് MT തയ്യാറായിട്ടില്ല. ഈ നിശബ്ദതയാണ് CPM പ്രതിരോധത്തെ കൂടുതൽ ദുർബലമാക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആത്മപരിശോധന നടത്തുമോ എന്നതാണ് ചോദ്യം. നികേഷ് കുമാർ, നമ്മൾ ഇന്നലെ 1.5 മണിക്കൂർ ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്നിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ആത്മപരിശോധന നടത്തുമോ എന്നാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായും ഇതൊരു പൊതുവിഷയത്തിൽ MT വാസുദേവൻ നായർ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം എന്നുള്ള നിലയിൽ എല്ലാവർക്കും ആത്മവിമർശനം നടത്താനുള്ള ചേരുവകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് NS മാധവൻ അടക്കമുള്ളവർ വിലയിരുത്തിയിട്ടുള്ളത്. NS മാധവൻ കുറച്ചുകൂടി ഇടതുപക്ഷത്തിന് നേരെയുള്ള വിമർശനം എന്നുള്ള നിലയിലാണ് ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത്. സാറ ടീച്ചറാണ്, ഒരു പൊതു പ്രശ്നമാണ്, പൊതുവിഷയമാണ്, ആ നിലയിൽ എല്ലാവരും ആത്മവിമർശനം നടത്തണം എന്ന നിലപാട് ഉന്നയിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദനുമാണ് നിലപാട്. സച്ചിദാനന്ദനൊക്കെ കുറച്ചുകൂടി പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലേ ആ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സാധ്യമാണ്. നോക്കൂ, MT ലോകരാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ വളരെ ഗൗരവമായി വിലയിരുത്തുന്ന ജ്ഞാനപീഠമാണ്. MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം MT വാസുദേവൻ നായർ ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ അത് കേരളത്തിൽ ആളിക്കത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ MTയിൽ എത്ര കണ്ട് ആളുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായ എഴുത്തുകാർ എത്ര കണ്ട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നേർക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കണ്ടിട്ടുള്ളത്. എല്ലാവരും പ്രതികരിക്കുന്നു, ഏതാണ്ട് എല്ലാവരും അക്കാര്യത്തിൽ പ്രതികരിക്കുന്നു. സാധാരണ അതിൽ മൈക്കിന് മുമ്പിൽ വരാത്ത ആളാണ് NS മാധവനൊക്കെ തന്നെയും. ഞാൻ പല ഘട്ടങ്ങളിലും ഒരു ടെലിവിഷൻ ചർച്ചകൾക്കൊക്കെ വിളിച്ചിട്ടുള്ള ആളാണ് NS മാധവൻ. പക്ഷേ NS മാധവൻ അത് എൻ്റെ ഏരിയ അല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ NS മാധവനൊക്കെ ഇക്കാര്യത്തിൽ അത് കോൺഗ്രസിനെതിരെയല്ല, BJPക്കെതിരെയല്ല, അത് ഇടതുപക്ഷത്തിനെതിരെയാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മവിമർശനത്തിനുള്ള സാധ്യതയായി ഇടതുപക്ഷം കാണണം എന്നൊക്കെ പറയുന്നു. സാർ ടീച്ചർ പറയുന്നത് ഇത് യോഗി ആദിത്യനാഥ്, അരവിന്ദ് കെജ്രിവാൾ, സ്റ്റാലിൻ, പിണറായി വിജയൻ, നരേന്ദ്രമോദി ഇവർക്കൊക്കെയുള്ള വിമർശനമാണ്. അതുകൊണ്ടൊരു എല്ലാ അർത്ഥത്തിലും ഇവരൊക്കെ ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലതാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള നിരീക്ഷണമാണ് യഥാർത്ഥത്തിൽ MT വാസുദേവൻ നായരുടെ. സക്കറിയ സാറും ഏതാണ്ട് സമാനമായ നിലപാട് പറഞ്ഞു. ഒരു വീരാരാധന നടത്തുന്ന മണ്ടന്മാരുടെ സമൂഹമല്ല. ഞാൻ ആ റിയാക്ഷൻ്റെ മുഴുവൻ വെർബാറ്റിനിലേക്കും പോകുന്നില്ല. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം MT വാസുദേവൻ നായർ ഇന്നലെ നടത്തിയ പ്രസംഗം യഥാർത്ഥത്തിൽ ഒരു ആളിക്കത്തലിൻ്റെ രൂപത്തിലേക്ക് ഇന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ആത്മപരിശോധന നടത്തേണ്ട എല്ലാവരും നടത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ
കാഴ്ചപ്പാട്. നോക്കൂ, എം ടിയെ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യൻ സാഹചര്യത്തിൽ എം ടി ഉൾക്കൊള്ളുന്ന എല്ലാ തരം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ വിമർശനമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ കാര്യത്തിൽ സ്വാഭാവികമായും നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആർക്കെങ്കിലുമോ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് അത് എം ടിയുടെ പ്രസംഗത്തെക്കാൾ ഉപരിയായി ആ പ്രസംഗത്തിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണങ്ങളാണ് എന്നെ ഒരുപക്ഷെ ആവേശഭരിതനാക്കുന്നത്. ഇത്രയും ചടുലമായിട്ടുള്ള, ഇത്രയും എന്താ പറയേണ്ടത്, ഊർജ്ജമുള്ളൊരു ജനാധിപത്യ സംസ്കാരത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ ആവേശഭരിതനാക്കുന്നു എന്നാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. നികേഷ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഞാൻ ആ ആർഗ്യുമെൻ്റ് ഒരു അടുത്ത ഘട്ടം പറയാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നികേഷ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചത്, ഇന്നലെ എം ടി വാസുദേവൻ നായർ ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോട് അടുപ്പിച്ചാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് 10-32 മണിക്കൂർ കഴിയുമ്പോഴും ആ വാർത്ത കേരള സമൂഹം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ പ്രതികരണങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞ ഒരു കാര്യം, ഈ പറയുന്ന നേതൃപൂജ, അധികാരത്തോടുള്ള അമിതമായ അഭിനിവേശം, ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്, സമൂഹം ഉത്തരവാദിത്തപ്പെട്ട സമൂഹമായി മാറേണ്ടതാണ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് എന്തുകൊണ്ട് കേരളം ഗൗരവത്തോടെ ഇത്രയും സമയം ചർച്ച ചെയ്തു? നോക്കൂ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യവുമായി മറ്റുള്ളവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഞാൻ പറയുന്ന കാര്യം പ്രസക്തമായി തീരുന്നത്. ഇപ്പോൾ എം ടി വാസുദേവൻ നായർ ഒരു സാഹിത്യ സംബന്ധിയായ വിഷയം പറഞ്ഞു പോകുമായിരുന്നുവെങ്കിൽ ഇതൊന്നും കേരളം അത്ര ഗൗരവത്തോട് ചർച്ച ചെയ്യത്തില്ല. എം ടി വാസുദേവൻ നായർ കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു പ്രശ്നത്തെ അവതരിപ്പിച്ചു, അഥവാ കേരളം നോക്കി നിരീക്ഷിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ വിളിച്ചു പറഞ്ഞു എങ്കിൽ അതുമായി വളരെ പെട്ടെന്ന് ആളുകൾ കണക്ട് ചെയ്യും, സ്വാഭാവികമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പലതരത്തിൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് ഈ പറയുന്ന നേതൃപൂജയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിക്ക് സംഭവിച്ച അപജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ അത് പിണറായി വിജയനോട് കൂടിയുള്ള വിമർശനമാണ് എന്ന് കേരളത്തിൽ നല്ലൊരു വിഭാഗം ബോധ്യപ്പെടുന്നു. ഒരു പക്ഷേ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ ആളിക്കത്തിച്ചിട്ടുണ്ടാകാം. എന്നാലും മാധ്യമങ്ങൾ ആളിക്കത്തിക്കുന്നതിനപ്പുറത്ത് സമൂഹം ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ സമൂഹത്തിന് അതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഇല്ലാത്തൊരു പ്രശ്നത്തെ, അതിപ്പോൾ എം ടി വാസുദേവൻ നായരെന്നല്ല, ഇന്ത്യ കണ്ട മഹാരായ ഏതെങ്കിലുമൊക്കെ എഴുത്തുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വെറുതെ എടുത്ത് ചർച്ച ചെയ്യുന്നൊരു സമൂഹമൊന്നുമല്ല നമ്മളുടേത്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു ബോധ്യത്തെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങളുമായി ഐക്യപ്പെടും. അപ്പോൾ ആ അർത്ഥത്തിൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞിട്ട് ആളുകൾ അതിനെ അങ്ങനെ കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വശമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആത്മപരിശോധന നടത്തണ്ടേ എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നത് അത് നടത്തില്ല എന്നാണ്. കാരണം ഇന്ന് വന്ന പ്രതികരണങ്ങൾ ആ അർത്ഥത്തിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എം ടി വാസുദേവൻ നായർ പറഞ്ഞിട്ടുള്ള ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് CPM എത്ര മനോഹരമായി പ്രതികരിക്കാം, നന്നായി പ്രതികരിക്കാമല്ലോ. ആ പ്രതികരണങ്ങൾക്ക് പകരം അത് ഞങ്ങളെ സംബന്ധിച്ചല്ല, അത് ഞങ്ങൾക്കെതിരായിട്ടുള്ളൊരു വ്യാഖ്യാനം നിർമ്മിക്കുകയാണ് എന്ന മട്ടിൽ അതിനെ പ്രതിരോധിക്കാനാണ് CPMൻ്റെ നേതാക്കൾ, മന്ത്രിമാരടക്കം ഇന്നത്തെ അവരുടെ പ്രതികരണങ്ങളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ചെയ്യുന്നത്. പക്ഷേ ഈ കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇപ്പോൾ കാരണഭൂതൻ എന്ന് പറയുന്നു, സൂര്യൻ എന്ന് വിളിക്കുന്നു, കഴുകൻ എന്ന് വിളിക്കുന്നു, ഫിനിക്സ് പക്ഷി എന്ന് വിളിക്കുന്നു, ദൈവത്തിൻ്റെ വരദാനം എന്ന് പറയുന്നു, ആ കാൽപാദങ്ങൾ സ്പർശിക്കപ്പെട്ട മണ്ണ് പുണ്യമായിരിക്കുന്നു എന്ന് പറയുന്നു. ഈ രീതിയിലൊക്കെ കേരളത്തിലൊരു ഭരണാധികാരിയെക്കുറിച്ച് ആ ഭരണാധികാരിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ പാട്ടുകൾ ഉണ്ടാക്കുകയും ഈ പറയുന്ന സ്തുതി പാഠകരായി മാറുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 40 വണ്ടിയുടെ അകമ്പടിയിൽ പിണറായി വിജയൻ യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നത് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളെ അകലത്തിൽ നിർത്തി ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്നു എന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൈക്ക് ഓപ്പറേറ്റർ മോശമായ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കുന്നതോ അല്ലെങ്കിൽ അയാളെ ശാസിക്കുന്നതോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരെ തന്നെ പരസ്യമായി വേദിയിൽ വെച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലൊക്കെ കേരളം ഇതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ
പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് കേരളത്തിന് ബോധ്യപ്പെടുകയാണ്. അതാണ് ഈ ഇത്രയും ദീർഘമായ ചർച്ച. നേരത്തെ നികേഷ് പറഞ്ഞ കണക്ക് ഈ MTയുടെ പ്രസംഗം ഒരു ആളിക്കത്തലായി കേരളത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ, മലയാളിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ ഉച്ചൈസ്തരം പറയുന്നതിന് പിന്നെ ഒരു ധൈര്യം കാണിച്ചുകൊണ്ട്, MTയുടെ ധൈര്യത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, 90 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹം. MT എക്കാലത്തും ധൈര്യത്തോടുകൂടി നിലപാടെടുത്തിട്ടുള്ള ആളാണ്. സധൈര്യം ആ കാര്യം പറയുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ആദ്യ അഭിപ്രായം എന്ന് പറയുന്നത് MT വാസുദേവൻ നായർ ഇന്നലെ പറഞ്ഞ അഭിപ്രായത്തോട് കേരളം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര സുദീർഘമായൊരു ചർച്ച ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടന്നതെന്നാണ് എൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇടത് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആത്മപരിശോധന നടത്താൻ ഇടയില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന CPM നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഇത് ഞങ്ങളെയല്ല എന്ന് ആവർത്തിച്ച് പറയുന്നതാണ് കണ്ടത്. ഇത് BJPക്കെതിരെയാണ്, മോദിക്കെതിരെയാണ് എന്ന് പറയുന്ന നേതാക്കളെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ആത്മപരിശോധന നോക്കാം, ഞങ്ങളെ തെറ്റുകൾ തിരുത്തും എന്നൊരു പ്രയോഗമുണ്ടായില്ല. എന്താണോ MT ഉദ്ദേശിച്ചത് അതിലേക്ക് കടന്നിട്ടില്ല. ഇന്ന് രാവിലെ നമ്മൾ മോർണിംഗ് ഷോ ചെയ്യുന്ന സമയത്തായിരുന്നു MT എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ MT ഈ പ്രസംഗം തയ്യാറാക്കുന്നതിന് മുമ്പും ശേഷവും എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ള NE സുധീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത്. അതിൽ കൃത്യമായിട്ടും MT ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് പറയുന്നു, ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നു, എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞതായി NE സുധീർ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ പിന്നീട് വിവാദമായ ശേഷം അദ്ദേഹം പറയുന്നത്, ഞാൻ വിമർശനം എന്ന രൂപത്തിലല്ല പറഞ്ഞത്, ഞാൻ ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മപരിശോധന നടത്തുന്നവർ നടത്തട്ടെ, അത്രയുമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ, അതിലപ്പുറം പറയില്ല. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ടാണ് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ അതിശക്തമായി MT ആദ്യം പ്രതികരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സർക്കാരിനെതിരെ തന്നെയാണ് അദ്ദേഹം വിമർശനം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് മോദിക്കെതിരെയും വിമർശനം, മോദി എന്ന പേര് പറഞ്ഞുകൊണ്ടല്ല, അതിനെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. നേതാക്കളുടെ പേര് പറഞ്ഞൊന്നല്ല വിമർശനം നടത്താറ്. അപ്പോൾ എവിടേക്കാണ് ഈ വിമർശനം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളെയല്ല എന്ന് പറയുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് ഈ നേതാക്കൾ എത്തുന്നില്ല എന്നിടത്താണ് ഈ പ്രശ്നം നിൽക്കുന്നത്. മറ്റൊന്ന്, ഇതിൽ സാംസ്കാരിക ലോകം പൊതുവെ സർക്കാരിൻ്റെ സ്തുതിപാഠകരായി നിൽക്കുന്ന സാഹിത്യകാരന്മാരുടെ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെത്തുന്നവരുണ്ട്. അവരൊക്കെ തന്നെയും പിന്നാക്കം നിൽക്കുകയായിരുന്നു. ഇതിൽ പലരും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ MT പറഞ്ഞ സാഹചര്യത്തിൽ അതിനോട് പ്രതികരിക്കാൻ പലരും തയ്യാറായിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരെയാണോ ഉദ്ദേശിച്ചത് അവർ അതിലൊരു ആത്മപരിശോധന നടത്തുമെന്ന് കരുതാൻ വയ്യ. മന്ത്രിമാരടക്കം നടത്തിയ പ്രതികരണങ്ങൾ ആ രൂപത്തിലായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജയ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എല്ലാവരും വ്യക്തമായ ഒരു നിലപാടെടുത്തതാണ്. അതിൽ ഏറെ എനിക്കാകെ ഉണ്ടായിരുന്ന ഒരു ആലോചന, ഇന്ന് MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ MT സാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുമോ എന്നുള്ളതായിരുന്നു. കാരണം കൈരളിയിലും ദേശാഭിമാനിയിലും അദ്ദേഹത്തിൻ്റെതെന്ന പേരിൽ വന്ന വിശദീകരണം, അത് ഇന്ന് ദേശാഭിമാനിയിൽ കോട്സ് കൂടി ഇട്ടാണ് കൊടുത്തതെന്നാണ് പത്രത്തിൽ നിന്ന് മനസ്സിലായത്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രതികരണം വിശദമായി വരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ NE സുധീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പിന്നീട് ഈ അവിടെ ഉണ്ടായ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അദ്ദേഹവുമായി സംസാരിച്ച് ഉള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ. ബാക്കിയെല്ലാം ആ പ്രസംഗം കേട്ടതിന് ശേഷം നമ്മളൊക്കെ നടത്തിയതുപോലെയുള്ള പ്രതികരണങ്ങളാണ്. അത് സാംസ്കാരിക മേഖലയിൽ നിന്ന് വരുന്നതടക്കം നമ്മൾ കാണുകയാണ്. പലതരത്തിലുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തല്ലോ. ഇതിൽ എനിക്കുള്ള കൃത്യമായ നിലപാട്, ഇതിൽ ആത്മപരിശോധന നടത്തുമോ എന്ന ചോദ്യത്തിന് നടത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം നടത്താനാണെങ്കിൽ നേരത്തെ ഉണ്ണിസാർ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ സമയമുണ്ടായിരുന്നു, അതിനുള്ള സമയം കഴിഞ്ഞു. ആ സമയത്തൊക്കെ ഈ ആത്മപരിശോധന അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ സ്വയം നിരീക്ഷണം നടത്തണം, സ്വയം വിചിന്തനം നടത്തണം, തെറ്റാണോ എന്ന് ഒരു ഉൾക്കാഴ്ചയോടുകൂടി പരിശോധിക്കാൻ അല്ലെങ്കിൽ ഒരു റീവിസിറ്റ് നടത്താനൊക്കെ ഒരാൾ തയ്യാറാകണം. അതിന് താല്പര്യമില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നടത്തുമോ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള ചർച്ചകളെയെല്ലാം CPIM തന്നെ തള്ളിക്കളയുകയാണ്. അങ്ങനെയുള്ള ചർച്ചകൾക്ക് പോലും സാധ്യതയില്ല. പറഞ്ഞത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് ഒരു സ്വയം വിചിന്തനം ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. 2003 ലേഖനമാണ് ചരിത്രപരമായ ആവശ്യകത എന്ന ആ ലേഖനം രണ്ടിടങ്ങളിൽ നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ്. അതിൻ്റെ ആമുഖവും ഉപസംഹാരവും മാത്രമാണ് പുതുതായി ഈ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള വാദങ്ങൾ അവിടെ നിൽക്കട്ടെ. 2003 2024 പറഞ്ഞ കാര്യങ്ങളുടെ ഉള്ളടക്കമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയാനുള്ളത് MT വാസുദേവൻ നായർ അവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ആ ഒരു രേഖ അതൊരു ചരിത്ര ലിഖിതം പോലെ അവിടെ അവശേഷിക്കുകയുമാണ്.
അത് 20 വർഷം മുൻപ് പറഞ്ഞതാണ് എന്ന യുക്തിക്ക് അവിടെ സ്ഥാനമില്ല. പിന്നെ ഇടതുപക്ഷത്ത് നിന്ന് ഇടതുപക്ഷത്തിനെതിരെ സാംസ്കാരിക രംഗത്ത് നിന്ന് ഇക്കാലയളവിൽ കാര്യമായ വിമർശനമൊന്നും ഉയർന്നു വരാത്തതും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതിൽ നിന്നും കൂടുതലായി എനിക്ക് പറയാനുള്ളത്. കാരണം അത്തരമുള്ള വിമർശനങ്ങൾക്ക് ഒരു സ്പേസ് ഇല്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരമുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരാത്ത ഒരു സാഹചര്യത്തിൽ MT വാസുദേവൻ നായരെ പോലെ എല്ലാവരും ബഹുമാനിക്കുന്ന പ്രതിഭാധനനായ ഒരു എഴുത്തുകാരൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് മുൻപേ പറഞ്ഞതാണല്ലോ, ഇതിൽ പുതുമയില്ലല്ലോ എന്നൊക്കെ പറയുന്നതിനും അപ്പുറം അത് ഈ കാലഘട്ടത്തിലും വായിക്കപ്പെടാൻ പ്രസക്തിയുള്ള, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാൻ പ്രസക്തിയുള്ള വാക്കുകളാണ് എന്നതാണ്. പിന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള, നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ ഒരു വീരാരാധന ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, പാട്ടുകൾ അതൊക്കെ വരികയാണ്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ലേ എന്ന വാദത്തോടുകൂടി പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നത് അത് EMS വിഭാവനം ചെയ്ത രീതിയിലുള്ള സംഭവങ്ങളല്ല സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. ഇന്ന് ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതുപോലെ തന്നെ പ്രതികരണങ്ങൾ, കുറിപ്പുകൾ, ചിലരുടെയൊക്കെ സൗണ്ട് ബൈറ്റ്സ് ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നു. അതിൽ ബാലചന്ദ്ര മേനോൻ ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി നിൽക്കണോ പോണോ എന്ന തലക്കെട്ടോട് കൂടിയായിരുന്നു. അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അമിതാധികാരത്തെപ്പറ്റി MT വാസുദേവൻ നായർ പറഞ്ഞ, അത് 20 വർഷം മുൻപ് തയ്യാറാക്കിയ ഈ ലേഖനമാണെങ്കിൽ പോലും അമിതാധികാരത്തെ പറ്റിയാണ് അവിടെ MT പറഞ്ഞത്. ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായത് ആകസ്മികമല്ല എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. മുന്നിലിരുന്ന സദസ്സിനെ കണ്ട് പ്രസംഗിക്കുന്നതും എഴുതി തയ്യാറാക്കിയ ഒരു ലേഖനം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പ്, അത് വായിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം പ്രസംഗവേദികളിലേക്ക് പോകുമ്പോൾ, എനിക്ക് തോന്നുന്നു നിങ്ങളുമൊക്കെ പ്രസംഗവേദികളിലേക്ക് പോകുന്നവരാണ്, പ്രസംഗവേദിയിലേക്ക് പോകുമ്പോൾ ചെറു കുറിപ്പുകൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു പ്രസംഗം മുഴുവനായി പ്രസംഗിച്ച് തുടങ്ങുന്ന ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഒരു മുഴുവൻ പ്രസംഗം തന്നെ കയ്യിൽ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ ചില പോയിന്റുകൾ മാത്രം മതി, ചിലത് സദസ്സിനെ കണ്ട ശേഷമാണ് പ്രസംഗിക്കുക. ആ ഒരു ശൈലി വെച്ചാണ് എനിക്കത്ര നിങ്ങളത്തെ ഇന്ന് പരിചയമില്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു ശൈലി വെച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല രീതികൾ പ്രസംഗത്തിന് പലരും അവലംബിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലരുടെയും പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 20 വർഷം മുൻപ് എഴുതിയ ലേഖനം തന്നെ ഈ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരാൻ താൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് സുധീറിനോട് പറഞ്ഞിരുന്നുവെന്ന് സുധീർ തന്നെ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസംഗശേഷവും സംസാരിക്കുന്നുണ്ട് MTയുമായി സുധീർ. അപ്പോൾ ഒരു ആശയക്കുഴപ്പവും അവിടെയില്ല. കൃത്യമായി പറയാനുള്ള കാര്യം തന്നെയാണ് 2024 വേദിയിലും വന്ന് MT പറഞ്ഞത് എന്നതാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു നാവ് പിഴയും അവിടെ സംഭവിച്ചിട്ടില്ല, ഒരു ആശയ വ്യക്തത ഇല്ലായ്മയും അവിടെയില്ല. മുൻകൂട്ടി തയ്യാറാക്കിയതാണ്, ഉദ്ദേശിച്ച് കൃത്യമായി ആശയ വ്യക്തതയോടെ അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ബാലചന്ദ്ര മേനോൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. ബാലചന്ദ്ര മേനോൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബാലചന്ദ്ര മേനോനാണോ അതോ ബാലേന്ദ്ര ചുള്ളിക്കാടാണോ? ബാലചന്ദ്ര മേനോൻ പറഞ്ഞ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്, ഇത് അദ്ദേഹം എടുത്തു വെക്കുന്ന ഒരു കോട്ടാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള ഒരു ചർച്ചകൾ നടക്കട്ടെ എന്ന് വെച്ചായിരിക്കാം ആ ഒരു കോട്ട് അദ്ദേഹം എടുത്തിട്ടതെന്ന് കൂടി ഞാൻ കരുതുന്നു. ഇക്കാര്യത്തിൽ MT വാസുദേവൻ നായർ ഇനി എന്ത് പറയും എന്നതിലാണ് ഈ വാർത്തയുടെ മെറിറ്റ് നിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി അദ്ദേഹം തിരുത്താതെ അദ്ദേഹം പറഞ്ഞത് അതായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു ഇടതുപക്ഷ യുക്തി ഇനി വിലപ്പോവില്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ MK സാനുമാഷി എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതുകൊണ്ട് പിണറായി ഭരണവും ഉദ്ദേശിച്ചിരിക്കാം. അങ്ങനെയുള്ള ഒരു താരതമ്യമല്ല. കേൾക്കുന്നവന് തോന്നുന്നത് എന്താണോ, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്താണോ, അതാണ് അതിൻ്റെ ഒരു സാങ്കത്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സത്ത എന്നൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം CPIMനെയും സർക്കാരിനെയുമാണ് വിമർശിച്ചത് എന്ന പൂർണ്ണ ബോധ്യമാണ് MTയുടെ പ്രസംഗത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം മലയാളികൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്, ഇടതുപക്ഷത്തുള്ള ചിലർക്കൊഴികെ എന്നതാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ ഇന്ന് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ രാഷ്ട്രീയ വിമർശനത്തിൽ പുതുമയില്ല എന്ന വാദം നിലനിൽക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം, രാഷ്ട്രീയ വിമർശനം എന്ന് പറയുന്നത് അത് കാലാതിവർത്തിയായി ഒരേ തരത്തിലുള്ള പാറ്റേൺ ആണ് തുടരുന്നതെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കണം. അതിൽ ഒരു തിരുത്തൽ വരുന്നില്ല, അതിലൊരു ആഴത്തിലുള്ള പരിശോധന നടക്കുന്നില്ല. നേരത്തെ ചെയ്ത തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നേരത്തെ ഉയർത്തിയ വിമർശനം തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അന്നത്തെ ലേഖനത്തിന് ഇന്നും പ്രസക്തിയുണ്ട്, അന്ന് MT എഴുതി വെച്ചത് ഇന്ന് പറയുന്നതിനും പ്രസക്തിയുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അധികാരത്തെക്കുറിച്ച്, അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെക്കുറിച്ച്, അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജയെക്കുറിച്ച് അത് വിമർശന വിധേയമാകേണ്ടതാണ് എന്നതാണ് ഇപ്പോഴത്തെ ഈ സൂര്യനും കഴുകനും ഒക്കെ കാണുമ്പോൾ എനിക്കും വ്യക്തിപരമായി തോന്നുന്നത്.
അതുകൊണ്ട് ചരിത്രപരമായ ഒരു ആവശ്യമാണ് എന്നത് ആ പുസ്തകത്തിൻ്റേത് മാത്രമല്ല, ഇന്ന് MTയുടെ ഈ വാചകവും ചരിത്രപരമായ ഒരു ആവശ്യമായിരുന്നു. അത് പറയാൻ MT എങ്കിലും ഉണ്ടായല്ലോ എന്നത് കരുതി അഭിമാനിക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും അധികാരികളുടെ മുന്നിൽ അവർ പറയുന്നതൊക്കെ കേട്ട് വഴങ്ങി അങ്ങനെ നിന്നുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പദവികളുടെ താൽക്കാലിക തിളക്കങ്ങൾ, അതിനൊക്കെ പിന്നാലെ ഭ്രമിച്ചു പോകുന്ന ഒരുപാട് പേരുള്ള ഒരു കാലത്താണ് MT ഇത് പറയുന്നത്. അപ്പോൾ MT അത് പറയുന്നത് എല്ലാവർക്കുമുള്ള കൃത്യമായ ഒരു സൂചനയാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം കൃത്യമായ ചരിത്ര ബോധ്യത്തോടു കൂടിയാണ് ഓരോ കാലഘട്ടങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് നേർക്കുനേർ നിന്ന് ഇങ്ങനെയൊരു സംഭാഷണം അവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാതുള്ളവർക്ക് ഇത് കേൾക്കാൻ കഴിയും, തെറ്റുതിരുത്താൻ മനസ്സുള്ളവർക്ക് അത് തിരുത്താനും കഴിയും. ഇതിന് മനസ്സില്ല, ഇതല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ വെറുതെ അധര വ്യായാമം നടത്തുകയല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും MT വാസുദേവൻ നായരെ പോലെ ഒരാൾ ഇത് തുറന്നു പറഞ്ഞത് അത് ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഒരു കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ഏറ്റവും ഉചിതമായ ഒന്നാണെന്നും ഞാൻ കരുതുന്നു. അതൊരു കള്ളിയിൽ ഒതുക്കേണ്ടതില്ല. ഇപ്പോൾ 20 വർഷം മുൻപ് പറഞ്ഞ ലേഖനത്തിലെ കാര്യങ്ങൾ ആണ് ഇപ്പോൾ അതിൽ നിന്നുള്ള ഭാഗമാണ് എടുത്തു വായിച്ചതെന്ന് MP രാജേഷ് പറയുമ്പോൾ അതിപ്പോഴും പ്രസക്തമാണ് എന്നതുകൊണ്ടാണല്ലോ അത് MT വായിച്ചത്. അത് വായിക്കുമ്പോൾ അത് ഇപ്പോൾ ഒരു വാദത്തിന് അത് പിണറായി വിജയനോടല്ല, പിണറായി വിജയൻ കൂടി ഇരുന്ന വേദിയിലാണ് അത് വായിച്ചിരിക്കുന്നത്. പിണറായി വിജയനോടല്ല എന്ന ഒരു വാദത്തിന് സമ്മതിച്ചാൽ പോലും ഞാൻ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ തിരുത്തേണ്ടതുണ്ടോ എന്നൊരു ആത്മപരിശോധന ആ നേതാവ് നടത്തേണ്ടതാണ്. ആ രൂപത്തിൽ നടത്തുന്നില്ലല്ലോ. കാരണം ആ രൂപത്തിലുള്ള പ്രതികരണങ്ങളല്ല ഇന്ന് CPM നേതാക്കളിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും വന്നിരിക്കുന്നത്. ഭാഗത്ത് നിന്ന് എന്നതിനപ്പുറത്തേക്ക് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സമൂഹത്തിൻ്റെ ആകെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. CPM സ്വാഭാവികമായിട്ടും ഒരു വിമർശനം ഉയർന്നു വന്നാൽ ഏത് നിലയിലാണോ പ്രതികരിക്കുക ആ നിലയിൽ മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോഴും അത് പിണറായിയെ ലക്ഷ്യം വെച്ചിട്ടാണ് MT ആ പ്രസംഗം നടത്തിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളല്ല. 2003 ഇറങ്ങിയ ഒരു പുസ്തകത്തിലെ പരാമർശങ്ങൾ ഒരു പൊതുരാഷ്ട്രീയത്തിലെ എല്ലാവർക്കും ബാധകമാകുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ പിണറായി വിജയന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ടോ, CPMന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് CPMും പരിശോധിക്കട്ടെ. അക്കാര്യത്തിൽ തെറ്റൊന്നുമില്ല. നോക്കൂ, ഞാനിപ്പോൾ MT വാസുദേവൻ നായരുമായിട്ട് സംസാരിച്ച NE സുധീർ, അതുപോലെ പൊന്നാനി MLA നന്ദകുമാർ, ഇവർ രണ്ടുപേരുമായി സംസാരിച്ചു. അവർ രണ്ടുപേരും പറയുന്നത് ആത്മപരിശോധന നടത്താൻ ആർക്കെങ്കിലും ഇത് ഗുണകരമാകുമെങ്കിൽ ആകട്ടെ എന്ന നിലപാടാണ് MT വാസുദേവൻ നായർ അക്കാര്യം. അതെ, MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം MT വാസുദേവൻ നായർ നടത്തിയ ഒരു പ്രസംഗം ആഴത്തിൽ നമ്മളെയൊക്കെ തന്നെയും സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ അത് MT വാസുദേവൻ നായരുടെ ആ വാക്കുകൾ ഗുണകരമാകുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആത്മപരിശോധന അത് CPM നടത്തേണ്ടതുണ്ടെങ്കിൽ നടത്തട്ടെ എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി പിണറായി വിജയനുമായി സംസാരിച്ച ആളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പൊതുരംഗത്തുള്ള എല്ലാവർക്കും ബാധകമാണ് എന്നാണ് പിണറായി വിജയൻ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം ചോദ്യമായി വരുമല്ലോ. പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും അതിനോട് എന്ത് പ്രതികരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഏതായാലും നിലവിൽ പിണറായി വിജയൻ MT വാസുദേവൻ നായരുടെ പ്രസംഗത്തോട് പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത് പൊതുരംഗത്ത് എല്ലാവർക്കും ബാധകമായ കാര്യം തന്നെയാണ് MT വാസുദേവൻ നായർ സംസാരിച്ചത് എന്ന് തന്നെയാണ്. ആ നിലയിൽ എനിക്ക് തോന്നുന്നത് ആ വിമർശനം ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ ഉണ്ണി, ഈ ചർച്ചയിലൊന്ന് പങ്കുചേരണേ. എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ ലാഗ് അടിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മൊണോലോഗ് പോലെ പറയാതെ നമുക്ക് ചർച്ചയായിട്ട് മുന്നോട്ട് പോകാം. ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്നെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എനിക്ക് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അത് മുന്നോട്ട് പോകുന്ന രീതിയിൽ ചില തടസ്സങ്ങൾ നിലവിലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എല്ലാ ചർച്ചകളിലും ആവർത്തിച്ച് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, CAGക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നില്ല, ജുഡീഷ്യറിയിൽ ഇടപെടലുണ്ടാകുന്നു, പാർലമെൻറ്റിൽ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സുപ്രധാനമായ ബില്ലുകൾ പാസാക്കിയെടുക്കുന്നു, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വലിയ തോതിൽ ഗവർണറുടെ ഇടപെടലിലൂടെ ഒരു ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്നു. എന്തിന് പാഠപുസ്തകങ്ങളിൽ പോലും വലിയ നിലയിൽ മാറ്റങ്ങൾ വരുത്തി ഒരൊറ്റ ഐഡിയോളജിക്ക് മാത്രം സ്ഥാനം നൽകുന്ന ഒരു ഇന്ത്യയിലാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക.
നോക്കൂ, ഇപ്പോൾ പിണറായി വിജയൻ അതുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന മുന്നണി സംവിധാനം, ഇവർക്ക് അധികാര പ്രമത്തതയുണ്ട് എങ്കിൽ നമുക്കൊരു പൂവ് നുള്ളിക്കളയുന്നത് പോലെ 2026 ആ സർക്കാരിനെ നുള്ളിക്കളയാൻ കഴിയും അല്ലേ? പക്ഷേ നരേന്ദ്രമോദിയുടെ NDA സഖ്യത്തെ അങ്ങനെ നുള്ളിക്കളയാൻ കഴിയുമെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ കരുതുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഈ പറയുന്ന സംവിധാനങ്ങളെയൊക്കെ പിടിച്ചെടുത്തിരിക്കുകയാണ്, രാഷ്ട്രത്തെ മതവുമായി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇവിടുത്തെ സംവിധാനങ്ങളെ എല്ലാം തന്നെയും ദുർബലപ്പെടുത്തി തങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ചുരുങ്ങിയത് നമുക്ക് 3 പേർക്കും ഇടയിൽ തർക്കമില്ലാത്തൊരു വിഷയമാണ് അത്. ഞാൻ ചോദിക്കുന്നത്, ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരുമ്പോൾ, വിമർശനം വരുമ്പോൾ, അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാതെ, അല്ലെങ്കിൽ തുറന്ന മനസ്സോടെ അതിനോട് ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കാതെ ഉടനെ നേരെ കേന്ദ്രത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് തർക്കമില്ല എന്നേ. ഞാൻ ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു തിരുത്തലിന് തയ്യാറാകാത്ത? സ്തുതിപാഠകരുടെ വർണ്ണനകൾ അത് ശരിയാണ് എന്ന ഒരു നിലപാടുണ്ടോ? അത് ശരിയാണ് എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത്. അത് ശരിയാണെന്നാണ് പറയുന്നത്. അത് ശരിയാണെന്നാണ് EP പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണെന്നാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞിട്ടുള്ളത്, മന്ത്രി വാസവൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളെയല്ല. നോക്കൂ, സ്മൃതി പറഞ്ഞതിനേക്കാൾ കടുപ്പത്തിൽ ഞാൻ ആ വിഷയം അവതരിപ്പിക്കാം. നോക്കൂ, ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുന്നു. അല്ലെങ്കിൽ പിണറായി വിജയൻ സൂര്യനാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു. വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകുന്നു, ആ കാര്യത്തിൽ നിയന്ത്രണമില്ല. അതിനേക്കാൾ ഉപരിയായി CPM-ൻ്റെ സംഘടനാ സംവിധാനത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള ഉൾപാർട്ടി ചർച്ചകളുണ്ടല്ലോ, ആ ഉൾപാർട്ടി ചർച്ചകൾ സമീപകാലത്തിൽ വിഭാഗീയത ഇല്ലാതാക്കി എന്ന് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നല്ലോ. നോക്കൂ, അതിനുശേഷം യഥാർത്ഥത്തിൽ വിഭാഗീയത മാത്രമല്ല ഇല്ലാതായിരിക്കുന്നത്, ഉൾപാർട്ടി ചർച്ചകളും ഉൾപാർട്ടി ജനാധിപത്യവുമാണ് CPM-ൽ വ്യക്തിപൂജയിലേക്ക് മാറിയിരിക്കുന്നു. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിപൂജ എന്ന നിലയിൽ സംശയം തോന്നിപ്പിക്കാവുന്ന ചില ഘടകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തിപൂജയാണത്. സംശയം തോന്നിക്കാവുന്ന ചില ഘടകങ്ങൾ പാർട്ടിയിൽ ഉള്ളതായി പൊതുസമൂഹം സംശയിക്കുന്നു. ആ സാഹചര്യത്തിലാണ് MTയുടെ വിമർശനം വരുന്നത്. ഒരു സെക്കൻഡ്, ഇതും കൂടെ ഒന്ന് പൂർത്തിയാക്കട്ടെ. നോക്കൂ, MT വാസുദേവൻ നായർ ആരാണ്? തുഞ്ചൻ പറമ്പിൽ RSSന്റെ കടന്നുകയറ്റത്തെ തടഞ്ഞു എന്ന് RSSന് അഭിപ്രായമുള്ളയാളാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ ഒരു കൃതി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടോ ഇന്നേ വരെ 90 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ CPM-നെയോ ഇടതുപക്ഷത്തെയോ ദ്രോഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ MT വാസുദേവൻ നായരുടെ തുഞ്ചൻ പറമ്പിലെ പ്രവർത്തനം എങ്ങനെയാണെന്നറിയാമോ? ഈ ജന്മഭൂമി വിമർശിച്ചിട്ടുള്ളത് തൊണ്ടകീറി പ്രസംഗവേദിയിൽ മിമിക്രി കാണിക്കാറില്ല എന്നതൊഴിച്ചാൽ സാഹിത്യത്തിലെ ഒരു VS അച്യുതാനന്ദനാണ് കൂടല്ലൂർക്കാരനായ വാസുദേവൻ നായർ എന്നതാണ് സമകാലിക യാഥാർത്ഥ്യം എന്നതാണ് അവർ പറയുന്നത്. നോക്കൂ, എന്നിട്ട് പറയാണ്, MTയിൽ നിന്ന് തുഞ്ചൻ പറമ്പിലിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ജന്മഭൂമി പറയുന്നത് ശരിയാണ്. അസുരവിത്തുക്കളുടെ പിടിയിൽ നിന്ന് ആചാര്യൻ്റെ മണ്ണ് സ്വതന്ത്രമാക്കണമെന്ന് സംഘപരിവാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ MT വാസുദേവൻ നായർ എന്ന ഒരു മഹാനായ സാഹിത്യകാരനിലൂടെ ഇടതുപക്ഷം അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയത്തിന് MT വാസുദേവൻ നായർ സഹായം ചെയ്തിട്ടേ ഉള്ളൂ. അവിടെ MT വാസുദേവൻ നായർ ഒരു പൊതു രാഷ്ട്രീയത്തെ വിശദീകരിക്കുമ്പോൾ ഈ നിലയിലുള്ള സംശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളപ്പോൾ അതേക്കുറിച്ച് സ്വതന്ത്രമായ ഒരു വിമർശനം ഉന്നയിക്കപ്പെടുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെട്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്. ഇപ്പം നോക്കൂ, ഇപ്പം പിണറായി വിജയനെ MT വാസുദേവൻ നായരുടെ ഒരു പ്രസ്താവനയിൽ ചാരിയുന്നുണ്ട്, പിണറായി വിജയനെ പിടിച്ചു കളയാമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. നോക്കൂ, നമ്മുടെ സമൂഹം വലിയ രീതിയിൽ പിണറായി വിജയനെ MT വാസുദേവൻ നായരുടെ അഭിപ്രായത്തെ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ CPM-ഉം പിണറായി വിജയനും ആത്മപരിശോധന നടത്താൻ നിർബന്ധിതരാകണം, അല്ലെങ്കിൽ അതിന് തയ്യാറാകണം. കാരണം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു അഭിപ്രായത്തിൻ്റെ പ്രതിഫലനമാണ് MT വാസുദേവൻ നായർ നടത്തിയിരിക്കുന്നത്. അത് ഏതാണ്ട് വലിയ തോതിൽ അതിനൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എവിടെയോ എന്തോ പ്രശ്നമുണ്ടല്ലോ.
ഇപ്പോൾ നേരത്തെ നികേഷ് പറഞ്ഞ കണക്ക് മുമ്പ് CPM വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഈ വിഭാഗീയതയുടെ പേരിലായിരുന്നു. എന്തായിരുന്നു വിഭാഗീയത? രണ്ട് തരം അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു ഒരു പാർട്ടിക്കുള്ളിൽ. ആ രണ്ട് തരം അഭിപ്രായങ്ങൾ സംഘർഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. നിരന്തര സംഘർഷം അത് സംബന്ധിച്ചുണ്ടാകുന്നു. നല്ലതാണ് ഒരു 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 ഉൾപാർട്ടി ചർച്ച നടക്കുന്നത്, പ്രത്യേകിച്ച് ആശയരംഗത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്, സംവാദങ്ങൾ നടക്കുന്നത്, സംഭാഷണങ്ങൾ നടക്കുന്നത് നിശ്ചയമായും ആരോഗ്യകരമായ പ്രവണതയാണ്. എന്നാൽ അത് പരസ്പരം ഇല്ലാതാക്കാനുള്ള ശ്രമമായി മാറുന്നതോടുകൂടിയാണ് ഒരു വിഭാഗീയതയായിട്ട് പാർട്ടിക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ആ സംഭവം മാറുന്നത്. അതിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയതായി സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ കേട്ടിട്ടുള്ളത് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ വരുന്നു. നോക്കൂ, ഇവിടെ ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി എന്നൊരു ഒരു ശ്രേണിയുണ്ട് എങ്കിൽ പോലും CPM എപ്പോഴും പ്രവർത്തിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി ചില തീരുമാനങ്ങൾ എടുത്തത് ജില്ലാ കമ്മിറ്റിയിലേക്ക്, പിന്നെ ഏരിയ കമ്മിറ്റിയിലേക്ക്, ലോക്കൽ കമ്മിറ്റിയിലേക്ക്, ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക്, താഴത്തേക്കാണ് ആ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ സംവിധാനം മുഴുവനുണ്ട്. ഈ ഏകപക്ഷീയമായി സംസ്ഥാന നേതൃത്വം പിടിച്ചടക്കുന്നു. പിന്നെ ആ സംസ്ഥാന നേതൃത്വം മൊത്തം സംസ്ഥാനത്തെ എല്ലാ ഘടകങ്ങളെയും പിടിച്ചടക്കുന്നു. അങ്ങനെ ഏകശിലാരൂപമായിട്ട് ആ പാർട്ടി മാറുന്നു. അവിടെ ഏകഛത്രാധിപതിയായിട്ട് പിണറായി വിജയൻ മാറുന്നു എന്നൊരു ആക്ഷേപം ശക്തമായി നിൽക്കുന്നു. അത് ഒരു വശത്ത്. രണ്ട്, അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് അറിയാം? ഇരട്ടച്ചങ്കൻ എന്നാണ് പറയുന്നത്. എന്തിനാണ് ഒരാൾ ഇരട്ടച്ചങ്കനൊക്കെ ആണെന്ന് ഒറ്റച്ചങ്കനായാൽ മതി. ഇരട്ടച്ചങ്കൻ എന്ന് പറയാം. പോട്ടെ, ഒരു ആരാധനയുടെ ഭാഗമായി ഇരട്ടച്ചങ്കൻ വരെയൊക്കെ നമുക്ക് അംഗീകരിക്കാം. കാരണം ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നൊരു നേതാവ് എന്ന നിലയ്ക്ക് ചിലപ്പോൾ അനുയായികൾ അയാൾ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടാകാം, ആയിക്കോട്ടെ. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് പിണറായി വിജയൻ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങൾക്ക് മുന്നിൽ പോസ്റ്റർ ചെയ്യുന്നത്? ഇപ്പോൾ പിണറായി വിജയൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ രീതിയിൽ ചിരിക്കുന്ന ഒരാളൊന്നുമല്ല, അങ്ങനെ ചിരിച്ച ആളുകളെ മയക്കുന്ന ഒരാളല്ല, എനിക്ക് എൻ്റെതായ രീതികളുണ്ട് എന്ന്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാത്രമല്ല പ്രശ്നം, നിങ്ങളെങ്ങനെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. എനിക്ക് പിണറായി വിജയനുമായി കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് പിണറായി വിജയൻ എൻ്റെ നേതാവാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സ്മൃതിയെക്കുറിച്ചൊരു കാര്യം നികേഷിനോട് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ സ്മൃതിയെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളുമായി നികേഷിന് പൊരുത്തപ്പെടണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് തോന്നണമല്ലോ. അപ്പോൾ അതായത് കുറഞ്ഞ പക്ഷേ ഒരു 50% നിങ്ങൾക്ക് എന്നോട് യോജിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ പറയുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ MT പറഞ്ഞൊരു കാര്യവുമായിട്ട് ജനങ്ങൾ കണക്ട് ചെയ്തു. ഞാൻ പറയുന്നത് ഒരു ഹിതപരിശോധന നടത്തി ഞാനിപ്പം ജനങ്ങൾ മുഴുവൻ കേരളത്തിലെ ഈ MTയുമായി കണക്ട് ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. നോക്കൂ, ഇന്നത്തെ മാധ്യമങ്ങൾ മുഴുവൻ എടുത്തു നോക്കൂ, പത്രമാധ്യമങ്ങൾ മുഴുവൻ എടുത്തു നോക്കൂ. MTയുടെ ഒരു പ്രസ്താവന, MT ഒരു രാഷ്ട്രീയ അങ്ങനെ നവമാധ്യമങ്ങളിലും ഒക്കെ. അപ്പം MTയുടെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ മാധ്യമങ്ങൾ വലിയ ഹെഡ്ലൈൻ ആക്കിക്കൊണ്ട് എല്ലാ പത്രങ്ങളും എന്നിട്ട് പൂർണ്ണരൂപം പ്രസിദ്ധീകരിക്കുന്നു. എന്താണപ്പോൾ ഈ കേരളത്തിൻ്റെ മനസ്സിൽ നീറിക്കൊണ്ടിരിക്കുന്നത്? ആ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരത്തെ MT പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ MT അത് പ്രകടിപ്പിച്ചപ്പോൾ അത് വലിയ ചർച്ചയായി. ആ ചർച്ചയോട് മുഖം തിരിഞ്ഞ് നിൽക്കരുത്, നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു കാര്യം എപ്പോഴും അവർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, വിമർശനവും സ്വയം വിമർശനവും എന്നുള്ളതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പദ്ധതി എന്ന്. അല്ല, അതാണ് ഉണ്ണി ഞാൻ പറഞ്ഞത് നേരത്തെ. പിണറായി വിജയൻ തന്നെ ആ വിഷയത്തിൽ പ്രാഥമികമായി പ്രതികരിച്ചിട്ടുള്ളത് പൊതുരംഗത്തുള്ള എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളതാണ്. നോക്കൂ, പിണറായി വിജയൻ്റെ തന്നെ ഒരു പ്രസംഗം നമുക്കെടുക്കാം, ബക്കറ്റിലെ വെള്ളം എന്നുള്ളത്. നോക്കൂ, അതിൻ്റെ വെർബാറ്റിം ഇതാണ്: ഒരു കുട്ടി കടൽ കാണാൻ വന്നു, കടലിൽ തിരകൾ ആർത്തലയ്ക്കുന്നു, കുട്ടിക്ക് വളരെ സന്തോഷമായി, കുട്ടി വേഗം പോയി ഒരു ബക്കറ്റുമായി വന്ന് അതിൽ വെള്ളം കോരി ബക്കറ്റിൽ നോക്കുമ്പോൾ അതിൽ തിര വരുന്നില്ല, കുട്ടിക്ക് വിഷമായി. എന്ന് വെച്ചാൽ പാർട്ടി ഇല്ലാതെ ഏത് വലിയ നേതാവാണെങ്കിൽ തന്നെയും ഒരു ബക്കറ്റിലെ വെള്ളമായി ചുരുങ്ങുന്നു എന്നുള്ള മുന്നറിയിപ്പ് VS അച്യുതാനന്ദനാണ് കൊടുത്തതെങ്കിലും അക്കാര്യത്തിൽ നല്ല ബോധ്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം ആ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയന് ബോധ്യമുള്ള കാര്യം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെ നേതാവ് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഴ്ത്തുപാട്ടുകളിലൊന്നും തന്നെയും പിണറായി വിജയൻ പെടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ തന്നെ, പിണറായി വിജയൻ്റെ ഇനീഷ്യേറ്റീവിൽ തന്നെ പുറത്തുപോയ ഒരുപാട് നേതാക്കളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, MV രാഘവൻ അടക്കം. അല്ല, അങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി എന്നുള്ള പദവി, പാർട്ടിയാണ് വലുത് എന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറി ആണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണോ ഇപ്പോൾ നിലവിൽ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിലേക്ക് അവിടേക്കാണ് ഞാൻ വരുന്നത്. നോക്കൂ, അത്തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലും പുറത്തുമുണ്ട്. എന്നാൽ അത് പാർട്ടിയിൽ ഉന്നയിക്കപ്പെടുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഉൾപാർട്ടി വിമർശനം, ഉൾപാർട്ടി ജനാധിപത്യം CPMൽ കുറയുന്നു എന്നുള്ള ആക്ഷേപം CPMൽ തന്നെ നമ്മൾ പല ഘട്ടങ്ങളിലായി കേട്ടിട്ടുള്ളതാണ്, ഒറ്റയ്ക്കും തെറ്റയ്ക്കും കേട്ടിട്ടുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ ഈ പറയുന്ന MT വാസുദേവൻ നായരുടെ വിമർശനം ഏതെങ്കിലും. പിന്നെ MT വാസുദേവൻ നായർ വിമർശിക്കാൻ ഒരു ക്വാളിറ്റി വേണ്ടേ?
MT വാസുദേവൻ നായർ ആരെങ്കിലും അങ്ങനെ കയറി വിമർശിക്കില്ലല്ലോ. ഇല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, പ്രവൃത്തി കൊണ്ടോ കൃതി കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തെ ഇതുവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടില്ലാത്ത MT വാസുദേവൻ നായർ ഇന്നലെ ഒരു പ്രസംഗം നടത്തുന്നു. അദ്ദേഹം 2003 മുമ്പ് എഴുതി വെച്ച ഒരു പ്രസംഗമാണ് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അനുമാനത്തിൽ ഇന്നും പ്രസക്തമാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ ആ പ്രസംഗം അദ്ദേഹം ഉദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ ആവർത്തിക്കുന്നത്, ഒന്നോ രണ്ടോ വാചകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് MT വാസുദേവൻ നായർ ആ നിലയിൽ തങ്ങൾക്ക് എതിരായിട്ടാണോ, തങ്ങളുടെ പ്രവർത്തനത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആ തരത്തിൽ പ്രസംഗം നടത്തിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തോന്നലുണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് എങ്കിൽ അത് CPM-ന് ഗുണകരമാണ്. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ല എന്നോ മറ്റോ പറയുന്നത് പോലെ അത്രയും അടുപ്പം യഥാർത്ഥത്തിൽ MT വാസുദേവൻ നായരും CPM-ഉം തമ്മിലുണ്ട്, അല്ലെങ്കിൽ MT വാസുദേവൻ നായരും ഇടതുപക്ഷ രാഷ്ട്രീയവും തമ്മിലുണ്ട്. CPM എന്ന് പറയുന്ന ഒരു കക്ഷിയുമായി MT വാസുദേവൻ നായർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്ന് നമുക്ക് നേരിട്ടറിയാം. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ആ നിലയിൽ ബന്ധമുണ്ട്. ഞാൻ നേരത്തെ OK ജോണിയായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും ശ്രീ ശശികുമാറും MT വാസുദേവൻ നായരെ കാണാൻ പോയപ്പോൾ ദേശീയ തലത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം ഈ നിലയിൽ രൂപപ്പെട്ടു വരുമ്പോൾ ഇടതുപക്ഷമല്ലാതെ മറ്റാരാണ് ആശ്രയം എന്ന് വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ചോദിക്കുന്ന ഒരാളാണ് MT വാസുദേവൻ നായർ. അങ്ങനെയുള്ള MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും കേരളത്തിന് കൂടി ബാധകമാകുന്ന ഒരു വിമർശനം ഉന്നയിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും. അതെ, അങ്ങനെ ആശ്രയിക്കണമെന്ന് കരുതുന്ന പാർട്ടിയിൽ ഈ രൂപത്തിലുള്ള പ്രവണതകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് 2003 എഴുതിയ ലേഖനം പ്രസക്തമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അല്ല, അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഈ പാർട്ടി എങ്ങനെ എടുക്കുന്നു എന്ന് മാത്രമല്ല. നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഊർജ്ജസ്വലമായ ജനാധിപത്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വളരെ നമ്മളെയൊക്കെ ഉത്സാഹഭരിതരാക്കുന്നു എന്നുള്ളതാണ്. MT ഒരു പ്രസംഗം നടത്തിയപ്പോൾ ആകെ എത്രയുള്ളത്, 4-5 പാരഗ്രാഫാണ് ഉള്ളത് അല്ലേ? ഈ 4-5 പാരഗ്രാഫ് പറയുമ്പോൾ നോക്കൂ, NS മാധവൻ, സാറ ടീച്ചർ, സക്കറിയ, സച്ചിദാനന്ദൻ, സാനുമാഷ്, അങ്ങനെ മുൻനിരയിൽ ഇതുവരെ ഇടതുപക്ഷത്തെ വിമർശിക്കാൻ വാക്കുകൾ കിട്ടാതിരുന്നവരെല്ലാം തന്നെയും ഇപ്പോൾ ഒന്നിച്ച് രംഗത്തിറങ്ങുന്നു. എന്നിട്ട് അതാണ് MT വാസുദേവൻ നായർ ഇടതുപക്ഷത്തെ ആണോ വിമർശിച്ചിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് നമുക്കറിയില്ല, അല്ലെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് തർക്കമുണ്ട്. പക്ഷേ NS മാധവനും സാറ ടീച്ചറും സക്കറിയ സാറും സച്ചിദാനന്ദനും സാനുമാഷും ഒക്കെ വിമർശിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെയാണ്. അപ്പോൾ പിന്നെ ആ നിലയിൽ അവർക്കൊക്കെ വാക്കുകൾ കിട്ടാതെയോ അല്ലെങ്കിൽ ഏതൊക്കെയോ രാഷ്ട്രീയ സാഹചര്യത്തിലോ അവർ മിണ്ടാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യം പൊളിച്ചിരിക്കുന്നു MT വാസുദേവൻ. പക്ഷേ നമ്മുടെ മന്ത്രിമാർ, ഇടത് മന്ത്രിമാർ എന്ത് നിലപാടാണ്? അല്ല സ്മൃതി, ഇപ്പം ഈ പറയുന്നതിനകത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഇടതുപക്ഷ ഇപ്പം CPM മന്ത്രിമാർ ഇറങ്ങി വന്ന് നിന്നിട്ട് MT വാസുദേവൻ നായരുടെ ഈ പ്രസംഗത്തെ ഇന്ന് സ്വാഗതം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സ്വാഗതം ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിലില്ല. ഞാൻ പറയുന്നത് ഈ പ്രസന്റ് ഡേ ആണ്. ഇന്ന് CPM വലിയ രീതിയിൽ കോർണർ ചെയ്യപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയൻ പ്രത്യേകമായി കോർണർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് മാധ്യമങ്ങളിലൂടെയും സാംസ്കാരിക പ്രവർത്തകരുടേതായിട്ടുള്ള വിവിധ സാഹിത്യകാരന്മാരുടെയൊക്കെ ബൈറ്റുകളിലൂടെയൊക്കെ വലിയ ചർച്ചയായി പ്രതിരോധിക്കപ്പെട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ എതിർക്കുക എന്നുള്ളതൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരിത് ചെയ്യും. അതാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങളത് ചെയ്തു കൊള്ളൂ. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിന് സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ട്. അതാണ് CPM ഇന്ന് ചെയ്തിരിക്കുന്നത്. എന്നാൽ നാളെ കാരണം നിങ്ങൾ കാണുന്നതിനപ്പുറത്തേക്ക് ഈ വിമർശനം വളർന്നിരിക്കുന്നു. നിങ്ങൾ കാണുന്നതിനപ്പുറത്തേക്ക് ഈ വിമർശനം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റു മനുഷ്യരുടെ മനസ്സിൽ കിടന്ന് എരിഞ്ഞുകൊണ്ടിരുന്ന എന്തോ ഒന്നിനെ MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ പുറത്തു ചാടിച്ചിരിക്കുന്നു. അപ്പം നേരത്തെ നികേഷ് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞൊരു 7-7.5 വർഷക്കാലമായിട്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത് കേരളത്തിലെ സാംസ്കാരിക നായർ എന്ത് ചെയ്യുന്നു എന്നാണ്. പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും കേരളത്തിലെ സാംസ്കാരിക നായകർ നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ അക്ഷരം പോലും ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെ പറയുന്നതേ ഇല്ല. ഇപ്പോൾ MT വാസുദേവൻ നായരെ പോലെ 90 വയസ്സ് പിന്നിട്ട വന്ധ്യവയോധികനായ ഓരോ മലയാളിയും അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു എഴുത്തുകാരൻ വന്നിട്ട് നിങ്ങളോട് പറയുന്നു, നോക്കൂ, അനഭിലഷണീയങ്ങളായ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആരെയും പേരെടുത്ത് പറയാതെ തന്നെ ഒരു പൊതുവിമർശനമായി പറയുമ്പോൾ പോലും നമുക്കൊക്കെ വളരെ പെട്ടെന്ന് അത് പിണറായിയിലേക്കും പിന്നെ നരേന്ദ്രമോദിയിലേക്കും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, അപ്പോൾ അത് പറഞ്ഞോളൂ, ഇപ്പോൾ തീർത്തു. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ജനം ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ ആ ജനം CPM-ന് കൊടുക്കുന്ന, പിണറായി വിജയന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തെ പോസിറ്റീവായി ഉൾക്കൊള്ളാൻ പിണറായി വിജയനും CPM-നും ബാധ്യതയുണ്ട്. അവരത് ചെയ്യാത്ത പക്ഷം, അത്തരത്തിൽ ഒരു വിമർശനം ഉയർന്നു വരുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഓക്കെ, ഇതിൽ ഈ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ 2003 പ്രസിദ്ധീകരിച്ച MTയുടെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ, അതിൽ 3 പുറങ്ങളിലായാണ് ഈ ലേഖനം കിടക്കുന്നത്. ആ ലേഖനം തുടങ്ങുന്നത് ചരിത്രപരമായ ഒരു ആവശ്യം എന്ന ലേഖനം ആ പുസ്തകത്തിൽ, MTയുടെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ തുടങ്ങുന്നത് രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഇനി പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് വരാം. പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു, ഇത് 7ാമത്തെ വർഷമാണെന്ന് അറിയുന്നു, സന്തോഷം. ചരിത്രപരമായ ഒരു ആവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഇരിക്കുന്ന വേദിയിൽ, ആ സ്ഥലത്ത് ആരെയൊക്കെയോ ഇരുത്തിക്കൊണ്ടാണോ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് MTയുടെ ആദ്യത്തെ വാചകം. അതിൽ തന്നെയുണ്ടെല്ലാം. ഇനി ഈ ലേഖനം പുസ്തകത്തിൽ അവസാനിക്കുന്നത്, ചരിത്രപരമായ ആവശ്യമെന്ന ലേഖനത്തിന്റെ 3ാമത്തെ പേജ്, അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. ഉത്തരവാദിത്തത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാ വിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പഥങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു. അതായിരുന്നു EMS. സ്നേഹാദരങ്ങളോടെ 2003 എന്നാണ് ആ പേജ് അവസാനിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ലേഖനം നീളുന്നില്ല. ഇനി പ്രസംഗം അവസാനിക്കുന്നത് എങ്ങനെയാണ് എന്നതുകൂടി പറയാം. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയാകും, നമ്മൾ തർക്കിക്കുന്നതിനേക്കാൾ അപ്പുറം. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു. അതായിരുന്നു EMS. അതിനുശേഷം MT വാസുദേവൻ നായർ കൺക്ലൂഡ് ചെയ്യുന്നത്, ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെയാണ് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിലാണ് പറയുന്നത്. അതിനപ്പുറം അതിനൊരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ സാർ, പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് പിണറായി വിജയനുള്ള ഒരു വേദിയിലേക്ക് 2003 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനവുമായി MT വാസുദേവൻ നായർ വരണമെങ്കിൽ അത് കൃത്യമായി ആലോചിച്ചുറപ്പിച്ചു തന്നെയാണ്. അതിന്റെ ഉള്ളടക്കം അവിടെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ്. കാതുള്ളവർക്കേ കേൾക്കാൻ കഴിയൂ. കാത് കൊട്ടിയടച്ചു വെച്ചാൽ കേൾക്കാൻ കഴിയില്ല. അത് മറ്റു കാര്യങ്ങളിലെ കുറിച്ചാണ്, പൊതുവായ ഒരു വിലയിരുത്തലാണ്. എല്ലാവരും തിരുത്തേണ്ടതാണ്. ശരിയാണ്, അതിന്റെ ഉള്ളടക്കം എല്ലാവരിലേക്കും എത്തേണ്ടതാണ്. എല്ലാവരും, മനസ്സുള്ളവർക്കൊക്കെ തിരുത്താവുന്നതുമാണ്. പക്ഷേ അത് പിണറായി വിജയനെ കുറിച്ചല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയനെ മാത്രം ഫിറ്റ് ഇൻ ചെയ്യാനുള്ള ശ്രമത്തെയാണ് ഞാൻ ഇന്നലെ മുതൽ എതിർക്കുന്നത്. ഈ ആണെങ്കിൽ തന്നെയും അത് CPMന് ലാഭമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ MT വാസുദേവൻ നായരെ പോലുള്ള ഒരാളുടെ വിമർശനം ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള, ക്വാളിറ്റി നഷ്ടപ്പെടുന്നു എന്നോ അല്ലെങ്കിൽ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിമർശനമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ പിണറായിയെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നതെങ്കിൽ ശരി, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താൻ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടത് എന്നും അക്കാര്യത്തിൽ എന്തൊക്കെയോ ചെറിയ പുഴുക്കുത്തുകൾ ഇപ്പോഴുണ്ടായിരിക്കുന്നു, അതൊന്ന് മാറ്റിയെടുക്കണം എന്ന് പറയുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭമായി അവരെടുത്താൽ മതി എന്നാണ് എൻ്റെ അക്കാര്യത്തിലുള്ള നിരീക്ഷണം. നോക്കൂ, പിന്നെ നമ്മൾ പിണറായി വിജയനെക്കുറിച്ച് പറയുമ്പോൾ താൻ പോരിമ ഒരു വലിയ വിഷയമാണ്. താൻ പോരിമയും ഏകാധിപത്യവും രണ്ടും രണ്ടാണ്. അതുകൂടി നമ്മൾ തിരിച്ചറിയണം. നോക്കൂ, ഇപ്പോൾ സമീപകാലത്ത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അതായത് KR ഗൗരിയമ്മ, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ ഒരു ഈഴവ തീയ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള നേതാക്കളാണ്. ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. ഒരുപക്ഷെ KR ഗൗരിയമ്മ ഒരു അത്യാവശ്യം ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷേ VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നോക്കൂ, ഇപ്പം ഈ നേതാക്കളുമായിട്ടൊന്നും എനിക്ക് വൈകാരികമായ അടുപ്പമില്ല. പക്ഷേ വൈകാരികമായ അടുപ്പമുള്ള ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവരൊക്കെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പലതിനോടും ഏറ്റുമുട്ടിയിട്ടാണ് ഇവർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കൊക്കെ ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ആ ആത്മവിശ്വാസത്തിൽ നിന്ന് അവർക്കൊരു താൻപോരിമയുണ്ടാകും. നോക്കൂ, KR ഗൗരിയമ്മയെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കാനാവുമോ? അവരെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? വലിയ താൻപോരിമയുള്ള നേതാവ്. VS അച്യുതാനന്ദൻ എന്ന നേതാവിനെ നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കാൻ കഴിയുമോ? പിണറായി വിജയൻ എന്ന നേതാവിനെ നോക്കൂ, വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി 2ാമത് അധികാരത്തിൽ വന്ന. അപ്പോൾ നമ്മൾ ഈ ഏകാധിപത്യ പ്രവണതയും താൻ പോരിമയും ഒക്കെ രണ്ടായി തന്നെ കാണണം. അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ പറയുന്ന ആർജവത്തിൽ നിന്ന് അവരെ ഒരു തീയിൽ കാച്ചിയ പൊന്നായി ഉയർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തെ കൂടി നമ്മൾ കാണണം. അവർക്ക് ചില കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി കേരളത്തിൽ പറയാനുണ്ട്. നോക്കൂ, ശത്രുക്കളായി ഉയർന്നു വരുന്നവർ ഉന്നയിക്കുന്ന പ്രതിരോധങ്ങളെ
അവർ കൃത്യമായ രീതിയിൽ അവർ പ്രതിരോധിച്ചിട്ടുണ്ടാവും, അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും. അവരൊന്നും തന്നെയും വി എസ് അച്യുതാനന്ദനോ KR ഗൗരിയമ്മയോ അതോ പിണറായി വിജയനോ ഇവരൊക്കെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവരൊന്നും ഒരു മിനിറ്റ് ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. അവരൊന്നും തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയിൽ പെട്ടിട്ടുള്ള ആളുകളല്ല. അവരൊന്നും തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് ഏതെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളല്ല. അവർക്കൊക്കെ തന്നെയും കേരളത്തിന് തിരിച്ച് സംഭാവന ചെയ്യാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ശരിയാണ്, അതിൻ്റെ പോസിറ്റീവായ വശങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ തന്നെ അതിനകത്തുള്ള നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാവുമായിരിക്കും. ആ നെഗറ്റീവ് വശങ്ങൾ ഉൾക്കൊള്ളാൻ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകണം. പിണറായി വിജയൻ പലപ്പോഴും തന്റെ പ്രസംഗങ്ങളിൽ ഒരു തെങ്ങുകയറ്റക്കാരന്റെ മകനാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി ചിലർ ആ രൂപത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ അദ്ദേഹം ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഷ കെ സുധാകരനല്ലേ അങ്ങനെ പരസ്യമായി കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. കെ സുധാകരൻ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചിലർന്ന് പറയണ്ട, ഞാൻ പറയുന്നത് അത് പേരെടുത്ത് തന്നെ പറയാമല്ലോ. ആ രീതിയിൽ അപമാനിക്കപ്പെട്ടു. ഒരിടത്ത് മാത്രമല്ല, എന്താ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അത് ശരിയാണ്. ആ രൂപത്തിൽ അദ്ദേഹം അതിനോട് പ്രതികരിച്ചിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് പിന്നീട് ഈ നേതാക്കൾ വലിയ നേതാക്കളായി വന്നു കഴിഞ്ഞ് നടത്തുന്ന പ്രതികരണങ്ങളും അവരുടെ ശരീരഭാഷയും രീതികളൊക്കെ ഒരു മാടമ്പി സ്വഭാവത്തിലുള്ള ആവുന്നതിനെ ഏത് രൂപത്തിലാണ് ന്യായീകരിക്കാനാവുക? ഇതിപ്പോൾ പിണറായി വിജയന് ഈ രൂപത്തിൽ പറയാൻ പറ്റുമ്പോൾ അവിടെ മോദിക്കും പറയാം. മോദിയും പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വന്ന നേതാവാണെന്നാണ് സമയാസമയങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നത്. അത് പിണറായി വിജയൻ ഉപയോഗിക്കുന്നില്ല. പിണറായി വിജയനെ ന്യായീകരിക്കുന്നു, പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നില്ല. പിണറായി വിജയനൊക്കെ താരതമ്യം ചെയ്യാണ് സ്മൃതി. അല്ല, അങ്ങനെ വെറുതെ ഞാനൊരു പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വന്നാണ് എന്ന് ചില ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് അല്ലേ? മോദിക്ക് അത് മരുന്നാണ്. ആ രൂപത്തിലാണ് ഈ പറയുന്ന വിശദീകരണം. ഇതെങ്ങനെയാണ്? അല്ലല്ല, പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് മരുന്നൊന്നുമല്ല. പിന്നോക്ക വിഭാഗം നോക്കൂ, ആ നമ്മുടെ നാടിന്റെ ഒരു ഗാംഭീര്യം എന്താണ്? വി എസുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ അഭിമുഖം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ, ഉണ്ണി ബാലകൃഷ്ണനൊക്കെ തന്നെയും. വി എസ് ഒക്കെ വന്നിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്, ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. ആ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് അവർ ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികളോടൊക്കെ പടവെട്ടി കേരള രാഷ്ട്രീയത്തിൽ 1-ാം സ്ഥാനക്കാരായി നിൽക്കുകയാണ് സ്മൃതി. അവിടെ അങ്ങനെ 1-ാം സ്ഥാനക്കാരെ നിങ്ങൾ ആരെയാ പകരം താരതമ്യം ചെയ്യാൻ കൂട്ടുന്നത്? നരേന്ദ്രമോദി ആരാണ്? നരേന്ദ്രമോദി അധികാരത്തിലെത്താൻ വേണ്ടി 2001 ഗുജറാത്തിൽ വർഗീയ കലാപം നടത്തിയ ആളാണ്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയത്തിലെ 1-ാം നമ്പർ ആവുകയും വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിച്ച് രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും ചില കാര്യങ്ങളിൽ മുണ്ടെടുത്ത മോദി എന്ന വിമർശനം വരുന്നത് ഇത്തരം ചില കാര്യങ്ങളിൽ നടത്തുന്ന ഒരേ രൂപത്തിലുള്ള സമീപനം കൊണ്ടാണ്. കോൺഗ്രസ്സുകാരാണ്. വേറെ ആരാ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വിലയിരുത്തൽ തെറ്റാണ്. ഇവിടെ ഇരട്ടച്ചങ്കൻ എന്ന് പറയുമ്പോൾ അവിടെ മറ്റേ നെഞ്ചളവ് പറയുന്നു. ഈ രൂപത്തിലാണ് പറയുന്നത്. ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന നറേറ്റീവിൽ വീണുപോയിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ നിങ്ങളെ വലതുപക്ഷ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന നറേറ്റീവിൽ വീണുപോയിരിക്കുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് വളർന്നു വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് എൻ്റെ തലമുറയിൽ നിന്ന് രാഷ്ട്രീയം കണ്ടറിയാം. ഞാൻ 2002 ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനം എങ്ങനെയാണ് നരേന്ദ്രമോദി പിടിച്ചടക്കിയിട്ടുള്ളത് എനിക്കറിയാം. 2014 അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ എങ്ങനെയാണ് ഉത്തർപ്രദേശിൽ വർഗീയ കലാപം സൃഷ്ടിച്ച് അദ്ദേഹം സ്വാധീനമുണ്ടാക്കിയിരിക്കുന്നത്, 72 സീറ്റ് ഉത്തർപ്രദേശിൽ നേടിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. നോക്കൂ, അദ്ദേഹം എങ്ങനെയാണ് 2024 ജയിക്കാൻ വേണ്ടി സമൂഹത്തെ വേർതിരിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും വന്നവരല്ല പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, KR ഗൗരിയമ്മ, പിന്നോക്ക വിഭാഗം. അവരൊക്കെ അവരുടെ സാമൂഹ്യ സാഹചര്യത്തോടു കൂടി പടവെട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന നേതാക്കളായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് സ്മൃതി. അങ്ങനെയൊന്നും നമുക്ക് മോദിയെയും പിണറായി വിജയനെയും ഒന്നും ഒരേപോലെയോ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റിലിട്ടോ കാണാൻ ശ്രമിക്കുക പോലും ചെയ്യരുത്. ഞാൻ വീരാരാധനയുടെ കാര്യത്തിലും കാണിക്കുന്ന ശരീരഭാഷയും ആളുകളോട് സംസാരിക്കുമ്പോൾ കാണിക്കുന്ന അസഹിഷ്ണുതയും ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുതയോടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എതിരേക്കോ ചില കാര്യങ്ങളിൽ സാമ്യം വരുന്നു. അപ്പോൾ അങ്ങനെ വിമർശനം വരുമ്പോൾ ആ വിമർശനത്തിൽ ആത്മപരിശോധന നടത്താൻ ഈ നേതാക്കൾ തയ്യാറാകണം. അതിനോട് തുറന്ന മനസ്സോടുകൂടി പ്രതികരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ആവർത്തിച്ച് പറയാം. അല്ല, അക്കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു നേതാവിനെ ഒരു ബിംബമായി ഉയർത്തിക്കാണിച്ച് ഈ നേതാവ് പെരുമാറുന്നത് പോലെ എന്തുകൊണ്ട് മറ്റൊരു നേതാവ് പെരുമാറുന്നില്ല എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. കേരളത്തിൽ കെ കരുണാകരൻ മുതൽ നമ്മുടെ തലമുറയിൽ സജീവമായിട്ടുള്ള നേതാക്കൾ ആരാണ്? കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഇപ്പോൾ VD സതീശൻ, കെ സുധാകരൻ, മറുപക്ഷത്ത് EK നായനാർ, പിന്നീട് VS അച്യുതാനന്ദൻ, KR ഗൗരിയമ്മ, പിണറായി വിജയൻ. ഈ നേതാക്കൾക്കൊക്കെ തന്നെയും അവരുടെ
അവരെങ്ങനെയാണോ രൂപപ്പെട്ടിട്ടുള്ളത് ആ രൂപപ്പെട്ടതിനനുസരിച്ചുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സി അച്യുതമേനോൻ ഒരു കാലഘട്ടത്തിലും കേരളം ചിരിച്ചു കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. പിണറായി വിജയൻ ഈ അടുത്ത കാലത്താണ് ഏതെങ്കിലും തരത്തിൽ ചിരിക്കുന്നത്. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികൾ അങ്ങനെയാണ് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് നമ്മളോട് പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ സാമൂഹ്യ സാഹചര്യമാണ്. നമുക്ക് ഒരു നേതാവിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നേതാവിന് ഇപ്പോൾ ആൻ്റണിയെ പോലെ ലളിതശീലനായിക്കൂടെ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ എല്ലാവരുമായിട്ടും കെട്ടിപ്പിടിച്ച് നടന്നുകൂടെ എന്നൊക്കെ നമുക്ക് ചോദിക്കുന്നതിൽ ഒരു യുക്തിയില്ല. ഉമ്മൻചാണ്ടിയുടെ സാമൂഹ്യ സാഹചര്യം വേറെ, ആൻ്റണിയുടെ സാമൂഹ്യ സാഹചര്യം വേറെ, പിണറായിയുടെയും വി എസിൻ്റെയും ഗൗരിയമ്മയുടെയും രാഷ്ട്രീയ സാഹചര്യം, ഇ കെ നായനാരുടെയും രാഷ്ട്രീയ സാഹചര്യം വേറെ. ഇവിടെ എനിക്കൊരു കാര്യം പറയണ്ട. അതായത് ഈ എം ടി വാസുദേവൻ നായർ ഒരിക്കൽ പോലും പിന്തിരിപ്പനായ ഏതെങ്കിലും ഒരു ആശയത്തെ പിൻപറ്റിയിട്ടുള്ള ആളല്ല. വളരെ പുരോഗമനപരമായ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പ്രത്യക്ഷമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ആഭിമുഖ്യം വെച്ച് പുലർത്തുകയോ അതിനനുസരിച്ച് പ്രസ്താവനകൾ നടത്തിയിട്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിൻ്റെ പ്രോഗ്രസീവായ മുന്നേറ്റത്തിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നതിൽ ആരൊക്കെ മുൻനിൽക്കുന്നു അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഒരിക്കൽ പോലും, ഞാൻ പറയുന്നത് ഒരിക്കൽ പോലും എം ടി വാസുദേവൻ നായരുടെ മതേതരത്വത്തെക്കുറിച്ച് നമുക്ക് സംശയമില്ല. എം ടി വാസുദേവൻ നായർ വിഭാവന ചെയ്യുന്ന സമൂഹം ഒരു ബഹുസ്വര സമൂഹമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രവുമല്ല, മലബാറുമായി ബന്ധപ്പെട്ട് മലബാറിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയിൽ നിന്നും ഒരു സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയിൽ നിന്നും വരുന്നയാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കഥാപരിസരങ്ങളിലൂടെ വളരെ ഇൻക്ലൂസീവായ ഒരു സംസ്കാരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള എഴുത്തുകാരനാണ് പിന്നെ എം ടി വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ എം ടി വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ചേരി ഇടതുപക്ഷ ചേരിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ഇടതുപക്ഷ ചേരിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിജയങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ എം ടി വാസുദേവൻ നായർക്ക് വേദനയുണ്ടാക്കും. ആ വേദനയുടെ പ്രകാശനമാണ് എം ടി വാസുദേവൻ നായർ നടത്തിയിരിക്കുന്നത്. അത് ഒരു സാധ്യതയായി എം ടി വാസുദേവൻ നായർ കാണുന്നു എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഇത് പറയുന്നത് വഴി ഒരു നല്ല കാര്യം സംഭവിക്കുന്നു എങ്കിൽ സംഭവിക്കട്ടെ. അതാണല്ലോ പിന്നീട് വന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ. ആ വിമർശനത്തെ ആത്മപരിശോധനയോടുകൂടി അവർ നടത്തുന്നെങ്കിൽ നടത്തട്ടെ എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതേസമയം ഈ പറയുന്ന, ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇത്തരത്തിലൊരു വിമർശനം പിന്നെ നരേന്ദ്രമോദിക്കെതിരായിട്ടോ അമിത്ഷായ്ക്കെതിരായിട്ടോ എം ടി വാസുദേവൻ നായർ പറയില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയും വിഭാവന ചെയ്തിട്ടുള്ള ആശയമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇടപെട്ട് വ്യക്തിപരമായോ അല്ലെങ്കിൽ ഒരു സംഘമെന്ന നിലയ്ക്കോ നവീകരിക്കാൻ പറ്റുന്നതോ നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്നതോ അല്ല. അത് വളരെ അങ്ങേയറ്റം വിഭാഗീയമായ ഒരാശയത്തെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഒരു എം ടി വാസുദേവൻ നായർ കാണുന്നതുകൊണ്ടാണ് അത് പറയുന്നത്. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം, അതിനുശേഷം സുജയ പറഞ്ഞോളൂ. നോക്ക്, ഇവിടെ പൂർണ്ണമായും നമ്മൾ പിണറായി വിജയനിലേക്കാണ് ഇത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ എം ടി വാസുദേവൻ നായരുടെ വിമർശനം എന്ന് പറയുന്നത് അത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലൊരു സവിശേഷമായ സാഹചര്യത്തിൽ അത്തരൊരു വിമർശനം പിണറായി വിജയനെ കൂടി വേദിയിലെടുത്തിക്കൊണ്ട് നടത്തുമ്പോൾ എം ടിയുടെ ലക്ഷ്യം പിണറായിയുടെ പാർട്ടിയെയും നവീകരിക്കുക എന്ന് തന്നെയായിരിക്കും എന്ന് നമുക്ക് വിലയിരുത്താം. അതിനപ്പുറത്തേക്ക് കൂടി ഒരു മാനമുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ 34 മണിക്കൂറായിട്ട് ഇത് ചർച്ച ചെയ്യുമ്പം ഇത് ഏകപക്ഷീയമായി പോകുന്നത്, പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നത്, അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കി അതെല്ലാം കേന്ദ്രത്തിനെതിരാണ് എന്ന് പറയാനും ശ്രമിക്കുന്നത് കൊണ്ടാണ്. അതേസമയം രാജ്യത്താകെ 41 കോടി ജനങ്ങൾക്കും ബാധകമായ ഒരു രാഷ്ട്രീയം കൂടി എം ടി വാസുദേവൻ നായർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനെ കേരളത്തിൻ്റെ ഒരു ചുറ്റുവട്ടത്തിലേക്ക് മാത്രമായിട്ട് ചുരുക്കി കാണണ്ട. അത് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അതാണ് പറഞ്ഞത്, ഈ ആൾക്കൂട്ടങ്ങളല്ല ഉത്തരവാദിത്തപ്പെട്ട സമൂഹങ്ങളായി നമ്മൾ മാറണമെന്ന് പറയുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ആൾക്കൂട്ടങ്ങൾ ആർക്കാണ് ആവശ്യം? കലാപങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ആൾക്കൂട്ടങ്ങൾ ഉണ്ടായാൽ മതിയെന്നേ. ഉത്തരവാദിത്തപ്പെട്ട സമൂഹം അതല്ല. ഉത്തരവാദിത്തപ്പെട്ട സമൂഹം കലാപാഹ്വാനങ്ങളോട് ചോദ്യം ചെയ്യും, അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കും. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സമൂഹങ്ങളായി നമ്മൾ മാറണമെന്ന് പറയുന്നത് കേരളത്തിനും ദേശീയ തലത്തിലും ഒരുപോലെ ബാധകമായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് ഇവിടെ തൽക്കാലം നരേന്ദ്രമോദിക്കെതിരായിട്ടല്ല വിമർശനം, അമിത്ഷായ്ക്കെതിരായിട്ടല്ല വിമർശനമെല്ലാം പിണറായി വിജയനെതിരായിട്ടാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെ മാത്രം നമ്മളതിനെ ചുരുക്കി എഴുതുമ്പോൾ ഈ എം ടി വാസുദേവൻ നായരെ വല്ലാണ്ട് നമ്മളങ്ങ് ലഘൂകരിക്കുന്നു. സാറ ടീച്ചർ നോക്കൂ, യോഗി ആദിത്യനാഥിനെയൊക്കെ കൊണ്ടുവരികയാണ്. ഞാനത് നേരത്തെ ചർച്ചയിൽ ഉന്നയിച്ചതാണ്. നോക്കൂ, യോഗി ആദിത്യനാഥ് അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷം 800 പേരെയാണ് എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തിയിട്ടുള്ളത്.
ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്താണ് ഈ സംഭവം എന്നുള്ളത് നമുക്ക് കുറച്ച് നാൾ മുമ്പായിരുന്നുവെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയും നമ്മൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാത്രത്തിൽ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തെ തവള പോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് അധികാര പ്രമത്തതയെക്കുറിച്ചും ഒരുപക്ഷെ ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ചും ഒക്കെ MT വാസുദേവൻ സംസാരിക്കുന്നത്. നേരത്തെ ഉണ്ണി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നോക്കൂ, ഒരു മതേതരവാദി, കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവം പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സാഹിത്യകാരൻ, എഴുത്തുകാരൻ തന്നെയാണ് MT വാസുദേവൻ നായർ. നിർമാല്യം 1973 ഇറങ്ങിയാണെങ്കിൽ ഇന്നാണെങ്കിൽ നിർമാല്യം ഇറങ്ങില്ല. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ കഥയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ആ സിനിമ മലയാളത്തിൻ്റെ ഒരു 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 ആത്മവിമർശനം ഉണ്ടല്ലോ, ആത്മവിമർശനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് MT വാസുദേവനുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നുണ്ടല്ലോ. MT വാസുദേവൻ നായരുടെ നോവലുകളും കഥകളും വായിച്ച് നമ്മൾ ആ കഥാപാത്രങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണല്ലോ. അതുകൊണ്ട് MT വാസുദേവൻ നായർ പറഞ്ഞ ഒരു കാര്യത്തിലും നമുക്ക് ഒരു വിയോജിപ്പില്ല. എനിക്ക് സാറിന്റെ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. UP എൻകൗണ്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്പർ ഒന്നുകൂടി പറയുമോ? 800 പേര്. എന്താണ് അതിന്റെ സോഴ്സ്? പലയിടങ്ങളിലും വന്നിട്ടുള്ള പലയിടങ്ങൾ. എന്താണ് അതിന്റെ സോഴ്സ്? ഞാൻ ക്രൈം റെക്കോർഡ്സിന്റെ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞോ, അല്ല ആ കണക്ക് പറയൂ. അല്ല, സാർ പറഞ്ഞ സാറാണല്ലോ തുടങ്ങിയത്. എന്റെ സോഴ്സ് ഞാൻ വായിച്ച റിപ്പോർട്ടുകളാണ്. സുജയുടെ സോഴ്സ് എന്താണ്? 2017 മുതൽ, അതായത് യോഗി ആദിത്യനാഥ് സർക്കാർ ആദ്യമായി അധികാരത്തിലെത്തുന്നത് 2017 മാർച്ച് മാസത്തിലാണ് അധികാരത്തിലേൽക്കുന്നത്. അതിനുശേഷം ഇതുവരെ നടന്നിട്ടുള്ള എൻകൗണ്ടറുകളിൽ ആകെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 190 പേർ മാത്രമാണ്. അത് അലജഡ് എക്സ്ചേഞ്ച് ഓഫ് ഫയർ, അതായത് കൃത്യമായി എൻകൗണ്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ വിവിധ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഞാനും ഉദ്ധരിക്കുന്നത്. പിന്നെ 190. സാർ പറഞ്ഞത് 800 എന്നാണ്. 190 800 തമ്മിലുള്ള അന്തരം അറിയാത്ത ആളല്ലല്ലോ അങ്ങ്. ഇതുപോലെ നമ്മൾ കൃത്യമായ ഡാറ്റ വേണം. അതുപോലെ തന്നെ പിണറായി വിജയനെ വാഴ്ത്തുന്നതിനായി കൃത്യമായ ഒരു നറേറ്റീവ് ഇടതുപക്ഷം സെറ്റ് ചെയ്യുന്നുണ്ട്. പിണറായി വിജയനെ കഴുകനെന്ന് വിശേഷിപ്പിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കഴുകനെന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകനെന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ആണ്, അല്ലേ ഉണ്ണി സാറേ? കഴുകനെന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രതീകമാണ്? വൾച്ചർ എന്തിന്റെ പ്രതീകമാണ്? അതുപോലെ പാർട്ടിയെ നശിപ്പിക്കുന്ന ഒന്നായി പിണറായി വിജയൻ മാറാതിരിക്കട്ടെ, അതിനുവേണ്ടിയാണ് MT വാസുദേവൻ നായർ ഉപദേശം കൊടുക്കുന്നത്. ബംഗാളിൽ എന്താണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്? എത്ര വർഷം ഭരിച്ചതാണ് അവിടെ? ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ എന്താണ് അധികാരത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തായത്? കേരളത്തിൽ MTയുടെ തന്നെ ടൈറ്റിലാണല്ലോ രണ്ടാം ഊഴം കിട്ടിയിരിക്കുകയാണ് പിണറായി വിജയൻ. ഈ കാലം, അതും MTയുടെ തന്നെയാണല്ലോ ടൈറ്റിൽ. ഈ കാലത്ത് ഇത് പിണറായി വിജയന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അവിടെ ഇരുത്തി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷത്തിന് സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ തിരുത്തൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന, അവരെ തിരുത്താൻ കഴിയും തന്റെ വാക്കുകൾക്കെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് MT വാസുദേവൻ നായർ 2003 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ ലേഖനം എടുത്ത് മുൻപും പിൻപും ഓരോ വാചകങ്ങൾ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ പറയേണ്ടതാണ് എന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് അത് അവിടെ പറഞ്ഞത്. ഞാൻ പറയുന്നത് സുജയ്, എന്തുകൊണ്ട് MT വാസുദേവൻ നായർ ഇടതുപക്ഷത്തെ തിരുത്തുന്നു? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. തിരുത്തിയില്ലെങ്കിൽ ഇല്ലാതാകും. അതെന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്? ഇടതുപക്ഷം ഇവിടെ വേണമെന്നേ. ഇടതുപക്ഷം ഇവിടെ വേണം. ഇപ്പോ നമ്മള് ഒരാളെ കൊല്ലുന്നു, 190 പേരെ കൊല്ലുന്നു, 800 പേരെ കൊല്ലുന്നു. അല്ല, ഞാനത് 800 ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വിഷയമല്ല. അതല്ല, ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു സുജയ. ഇന്ത്യയിൽ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു. എന്താണ് ഗൗരി ലങ്കേഷ് ചെയ്ത കുറ്റം? ഇങ്ങനെ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? അപ്പം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംസാരിക്കുന്ന, ഏകാധിപത്യത്തിനെതിരായി സംസാരിക്കുന്ന എല്ലാവരെയും ആൾക്കൂട്ടങ്ങൾ ആക്രമിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ മുൻപ് അനുമതി കിട്ടുന്ന 5 or 6 പേരല്ലാതെ എത്ര പേർക്ക് കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നുണ്ട്? ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരോടുള്ള തിരിച്ചുള്ള റെസ്പോൺസ് എന്താണ്? മാധ്യമ സ്ഥാപനത്തില് അതിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഇരുന്നിട്ട് പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജയ എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ വാർത്താ സമ്മേളനത്തിന് പോയിട്ടില്ല. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പോയിട്ടില്ല. വിലയിരുത്തലുണ്ടെങ്കിൽ സുജയ ഓണം പിണറായി വിജയന്റെ അടുത്ത വാർത്താ സമ്മേളനം എന്നിട്ട് ചോദ്യം ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നു ചോദിക്കണം. ഇന്നലെ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം എപ്പോഴാണ് ഉണ്ണി നടന്നത്? 2003 അല്ല 2013. സുജയും ഞാനും തമ്മിൽ UPയിലുള്ള എൻകൗണ്ടർ ഡെത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടെന്ന് കൂട്ടിക്കോ. അവിടെ എൻകൗണ്ടറിലൂടെ മരിച്ച ആളുകളാണ് സുജിയ പറയുന്നത് 190. 5 കൊല്ലം കൊണ്ട് 190. അതിനകത്ത് പരിക്കേറ്റവരുടെ കണക്ക് നമുക്ക് തെറ്റായി പറയാൻ പറ്റില്ലല്ലോ.
വെടിവെച്ചിട്ട് പരിക്കേറ്റവർ 5591. ബുൾഡോസർ കൊണ്ട് തകർത്തത് 3650 കോടിയുടെ വസ്തുവകകളാണ്. ഈ ഇന്ത്യയിലെ സംസ്ഥാനമാണ് പറയുന്നത്, UP-യിൽ. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുള്ള, അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചുള്ള ആ കാര്യത്തിൽ ഞാൻ സാർ ടീച്ചറോട് പൂർണ്ണമായി യോജിക്കുന്നു. ശരി, നമ്മൾ പൂർണ്ണമായും ഇതൊക്കെ തന്നെയും ആത്മപരിശോധന നടത്തണം. നമ്മുടെ രാഷ്ട്രീയം, പൊതുരംഗം, അത് നമ്മളിലൊക്കെ ഉണ്ടല്ലോ അധികാരപ്രമത്തത, നമ്മളിലൊക്കെ ഉണ്ടല്ലോ ഈ താൻ പോരിമ. നമ്മളൊക്കെ വിലയിരുത്തട്ടെ, നമുക്കൊക്കെ ഇതൊക്കെ ഈ ഒരു സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും, എല്ലാവർക്കും ജനാധിപത്യം നൽകാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. അവിടെ പിണറായി വിജയനും ബാധകമാണെങ്കിൽ പിന്നെ MT ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യൻ എന്നുള്ള നിലയിൽ, ക്വാളിറ്റിയുള്ള എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു ജ്ഞാനപീഠം എന്നുള്ള നിലയിൽ ഒരു ക്വാളിറ്റിയുള്ള സംവിധാനത്തെ വിമർശിക്കുമ്പോൾ അത് പിള്ള ചവിട്ടിയ തള്ളക്ക് കേടില്ലെന്നേ. നടക്കട്ടെ, തിരിച്ച എന്തായാലും തള്ള ചവിട്ടിയാൽ പിള്ളക്ക് കേടില്ല. അപ്പോൾ എങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കണം? തിരുത്തണം, ആത്മപരിശോധന നടത്തണം, അല്ല, അതിലൊരു വിട്ടുവീഴ്ചയില്ല. നമുക്ക് പൊതുരംഗത്തുള്ളവരെല്ലാം തന്നെയും ആത്മപരിശോധന നടത്താനുള്ള വസ്തുവകകളാണ് യഥാർത്ഥത്തിൽ MT കൊടുത്തിട്ടുള്ളത്. MTയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ പ്രതികരിച്ചിരിക്കുന്നതും ഒക്കെ തന്നെയും ആ നിലയിലാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MT പറഞ്ഞിരിക്കുന്നത് പിണറായിയെക്കുറിച്ചോ അല്ലെങ്കിൽ CPM-നെ കുറിച്ചാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ അത് MT-യെക്കുറിച്ചാണ് എന്ന് പറയുകയും ഒപ്പം തന്നെ പിണറായിയെക്കുറിച്ചാണെന്ന് പിണറായിയെക്കുറിച്ചാണെന്ന് പറയുകയും ഇടതുപക്ഷം തൽക്കാലം അതിന്റെ പേരിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് സുഖം അനുഭവിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു, അതിൻ്റെ സമയം കഴിഞ്ഞു. അത് കേരളം ചർച്ച ചെയ്തിരിക്കുന്നു, വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തിരിക്കുന്നു. MTയുടെ പ്രസ്താവനയെ വലിയ രീതിയിൽ അത് ഏറ്റെടുത്തിരിക്കുന്നു. പിണറായി വിജയനെതിരായിട്ടൊരു വിമർശനം ഉണ്ടെങ്കിൽ ആ വിമർശനം പരിശോധിക്കണമെന്നുള്ള ആവശ്യം പൊതുവായി ഉയർന്നിരിക്കുന്നു. ഇടതുപക്ഷം ആത്മപരിശോധന നടത്തണമെന്ന് എല്ലാ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരും പറഞ്ഞിരിക്കുന്നു. അത് അവിടെ അവസാനിച്ചിരിക്കുന്നു. ക്വാളിറ്റിയുള്ള ചർച്ച നടക്കുന്നുണ്ടല്ലോ. അത് വലിയ നിശ്ചയമായും അത് വലിയ ക്വാളിറ്റിയുള്ള ചർച്ച. എവിടെ പോയിരുന്നു? NS മാധവനാണ്, സാറ ടീച്ചർ, സക്കറിയ, എഴുതാറുണ്ട്. പക്ഷെ നോക്കൂ, അവരൊക്കെ വന്നല്ലോ നമ്മുടെ മുന്നിലേക്ക് വന്നല്ലോ. അല്ല, പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പറഞ്ഞു കേട്ടിട്ട് സാംസ്കാരിക പ്രവർത്തകർ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അത് ഈ രീതിയിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്തു. അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന അതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റ്, ഇപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഇതിൻ്റെ ഈ ഒരു തർക്കത്തിലും ഈ വിവാദത്തിലും സന്തോഷിച്ചിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് കേട്ടോ. അത് ഈ പറയുന്ന നിങ്ങളെയാണ് ഇവിടെയാണെന്ന് പറയുന്നത്. അത് രണ്ടു ഭാഗത്തും കൊണ്ടുപോയി. അതായത് കോൺഗ്രസ് വിചാരിക്കുന്നത് കണ്ടില്ലേ, CPM-നെ ഭള്ളു പറഞ്ഞു, അതിൽ ഹാപ്പിയാണ് എന്നുള്ള നിലയിൽ അവർ സ്വീകരിക്കുന്നതും, ഇത് ഞങ്ങളെക്കുറിച്ചല്ല, അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലേക്ക് ഈ ഇത് അങ്ങോട്ട് തള്ളി എന്ന് പറയുന്ന രീതിയിലുള്ള CPM-ൻ്റെ രീതിയും ശരിയല്ല. MT-യെ ഞാനത് ആവർത്തിച്ച് പറയുകയാണ്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം MT-യെ തൂക്കി നോക്കിയാൽ അത് ഒരു ഭാഗത്ത് ചാഞ്ഞു നിൽക്കുന്ന ആളാണ് MT വാസുദേവൻ നായർ. അത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനോടൊപ്പമാണ്. അതുകൊണ്ട് MT വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകളൊന്നും ഇടതുപക്ഷത്തെ വേദനിപ്പിക്കാനോ ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനോ അല്ല, ഇടതുപക്ഷത്തെ നന്നാക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആർജവം ഇടതുപക്ഷം കാണിക്കണം. ഉണ്ടായിട്ടില്ല, നാളെ ആകുമ്പോഴേക്കും ഉണ്ടാകുമായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞു അത് നേരത്തെ ഉണ്ണി പറഞ്ഞതാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി ചിലപ്പോൾ അത് ഞങ്ങൾ പറയുമെങ്കിൽ തന്നെയും നാളെ അത് വിലയിരുത്തേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയെങ്കിലും അത് മനസ്സിലാക്കി ഈ പറയുന്ന പോലെ എല്ലാവരും ആത്മപരിശോധന നടത്തണമെന്ന് ഒരു പക്ഷേ പറയുമായിരിക്കും. പക്ഷേ ഞാനും നടത്താം, നിങ്ങൾ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ ഇന്ന് ചില മന്ത്രിമാരെങ്കിലും പ്രതികരിച്ചല്ലോ, അവരൊന്നും നാളെ അത് മാറ്റി പറയുന്നു. മുഖ്യമന്ത്രി മാറ്റി പറഞ്ഞാൽ പറയും. അല്ല, മുഖ്യമന്ത്രി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനത് ഉത്തരവാദിത്വത്തോടു കൂടി കോട്ട് ചെയ്യുന്നു. പൊതുരംഗത്ത് എല്ലാവർക്കും ബാധകമായ കാര്യമാണ് MT വാസുദേവൻ നായർ പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുതന്നെ ആയിരിക്കും അടുത്ത വാർത്താ സമ്മേളനത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടക്കം അക്കാര്യത്തിലൊരു ആത്മപരിശോധന നടത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആത്മപരിശോധന നടത്തുമോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. നടത്താൻ ഇടയില്ല എന്ന് 3 പേർ അഭിപ്രായപ്പെടുമ്പോൾ ഒരാൾ അഭിപ്രായപ്പെടുന്നത് ആത്മപരിശോധന നടത്തണമെന്നാണ്. അത് MV നികേഷ് കുമാർ. അതെ. അപ്പം അങ്ങനെ ഇന്ന് മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നിവിടെ സമാപിക്കുകയാണ്. നാളെ കാണാം. Meet the editors.